ഇന്ന് IFPHന്റെ തുടർന്ന് വരുന്ന മലയാളം വെബിനാറിന്റെ 2082 ദിവസമാണ്. ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി എത്തുന്നത് ഡോക്ടർ മഷൂദാണ്. ഇന്നത്തെ പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പായി ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. ഡോക്ടർ മഷൂദ് നമുക്ക് കുറേ അദ്ദേഹം ഹോമിയോപ്പതി കൊണ്ട് സസ്യങ്ങളിൽ നടത്തിയ പരീക്ഷണങ്ങളുടെ ക്ലാസ്സുകൾ നമുക്ക് ഇങ്ങനെ ഒരു പരമ്പരയായി നടത്തിക്കൊണ്ട് വരികയായിരുന്നു. ഒത്തിരി ക്ലാസ്സുകൾ ഇപ്പോൾ കഴിഞ്ഞു. അതിൻ്റെ തന്നെ ബാക്കി ഭാഗമാണ് ഇന്നും ഡോക്ടർ എടുക്കുന്നത്. മഷൂദ് ഡോക്ടർ ആയുഷ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും മെഡിക്കൽ ഓഫീസറായി റിട്ടയർ ചെയ്തു. അദ്ദേഹം ഇങ്ങനെ പരീക്ഷണങ്ങളൊക്കെ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അദ്ദേഹത്തിന് കിട്ടിയ അറിവുകളാണ് നമുക്ക് പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. ഡോക്ടർ മഷൂദിനെ ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഡോക്ടറുടെ ക്ലാസ് കേൾക്കുന്നതിന് വേണ്ടി സൂം പ്ലാറ്റ്ഫോമിലെത്തിയിട്ടുള്ള എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും സ്റ്റുഡൻസിനെയും സ്നേഹപൂർവ്വം ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നമുക്ക് ഇന്നത്തെ പ്രോഗ്രാം ആരംഭിക്കാം. IFPHന്റെ ഈ പ്ലാറ്റ്ഫോമിൽ ഇന്നത്തെ സെക്ഷനിൽ എത്തിയിട്ടുള്ള എല്ലാവർക്കും, നമ്മുടെ മാസ്റ്റർ ഹനുമാനും സൗണ്ടത്തിൽ കുറവാണോ എന്നൊരു സംശയം, എൻ്റെ മറ്റ് അധ്യാപകർക്കും എല്ലാവർക്കും എൻ്റെ നമസ്കാരം. കേൾക്കാമോ? സൗണ്ട് കുറഞ്ഞു പോകുന്നതാണോ? ഒരു എപ്പോഴും ഉള്ള പോലെ ഇച്ചിരി സൗണ്ട് എന്തോ കുറവുള്ള പോലെ. എന്റെ ശബ്ദം സ്വല്പം അടച്ചിരിക്കുന്നു. വോയിസ് ചുമയും. അല്ലല്ല, ലാപ്ടോപ്പാണോ മൊബൈലാണോ അതിലെ സൗണ്ട് കുറവായോണ്ട് അത് ഇത്തിരി കൂടെ കൂട്ടാൻ പറ്റുമോ നോക്കിയാൽ മതി സാർ. ഈ സൗണ്ട് വോയിസ് ഇങ്ങോട്ട് വന്നേ. ഉണ്ട്, സൗണ്ട് ഉണ്ട് സാർ. ക്ലാസ് തുടങ്ങുമോ? അപ്പൊ അങ്ങനെ ഇത്തിരി കൂടെ കൂട്ടിയാൽ കൊള്ളാം എന്നുള്ളതേ ഉള്ളൂ. സൗണ്ട് ഈസ് ഇനഫ്. ഇത് മതിയെന്നാ എല്ലാരും പറയുന്നത്. മതി. ഞാന് എല്ലാവർക്കും നമസ്കാരം. ഞാൻ തുടർന്ന് വരുന്ന ഈ ക്ലാസ് തന്നെ സസ്യങ്ങൾക്ക് ഹോമിയോപ്പതി, അനുബന്ധ പഠനങ്ങൾ, പ്രവർത്തന തത്വം, മോഡസ് ഓപ്പറാൻഡി, ഇതാണ് നമ്മൾ കഴിഞ്ഞ 5 ക്ലാസ്സുകളിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഞാൻ ഇവിടെ പ്രധാനമായിട്ടും അതിന് തുടർച്ചയായിട്ട് തന്നെയുള്ള ക്ലാസ്സുകളാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ എലിമെന്റ്സിന്റെ പ്രവർത്തനവും മറ്റുമാണ് കൂടുതലായിട്ടും ഈ ക്ലാസ്സിൽ മോഡസ് ഓപ്പറാൻഡി ഇതുവരെയും പറഞ്ഞെങ്കിലും എങ്ങനെയാണ് പ്രവർത്തന തത്വം എന്നത് സസ്യങ്ങളിലും മനുഷ്യരിലെ പോലെ തന്നെ മറ്റ് ജീവജാലങ്ങളിലെല്ലാം തന്നെ ഈ ഹോമിയോപ്പതിസിറ്റി, അതായത് ഹോമിയോപ്പതിയുടെ പ്രത്യേകമായിട്ടുള്ള പ്രവർത്തനം എങ്ങനെയാണ് എന്ന് നമുക്ക് ഹോമിയോപ്പതി അറിയുന്നുള്ളവർക്ക് അറിയാമെങ്കിലും അത് കുറച്ച് മനസ്സിലാക്കാൻ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് അവർ പലരും ഇങ്ങനെ പല അഭിപ്രായങ്ങളും ഹോമിയോപ്പതിയുടെ വൈതരണികളും പല ആംഗിളിലും ഇതിനെ കൊണ്ടുപോകുന്നതെന്ന് നമുക്ക് അറിയാം. അപ്പോൾ ഈ മോഡസ് ഓപ്പറാൻഡി നമുക്ക് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിലും അതിന് കഴിയുന്ന കുറെ പോയിന്റ്സ് ആണ് ഞാൻ ഇന്നും നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ആനിമൽ സ്റ്റഡി ഒന്നും നമ്മൾ ചെയ്തിട്ടില്ലെങ്കിലും ഇപ്പൊ ഈ പ്ലാന്റ്സിൽ ഞാൻ ധാരാളമായിട്ട് കണ്ടതിൽ നിന്നും എലിമെന്റ്സ് എല്ലാ പ്ലാന്റ്സിനും ഒരുപോലെയാണ്. മിക്കവാറും ഈ മേജർ എലിമെന്റ്സും മൈനർ എലിമെന്റ്സും ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞു ഒന്ന് തന്നെയാണ്. ഈ പ്ലാന്റ്സിനെ സംബന്ധിച്ചിടത്തോളം കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ അത് പ്രധാനമായിട്ടും ഉണ്ട്. വാട്ടറിൽ നിന്ന് ഹൈഡ്രജനും മറ്റുമുണ്ട്. അതുപോലെ തന്നെ മൈക്രോ ന്യൂട്രിയൻസ് അല്ലെങ്കിൽ എസൻഷ്യൽ എലിമെന്റ്സ് എന്ന് പറഞ്ഞ പൊട്ടാൻഷ്യം, സിങ്ക്, മൊളിബിഡിൻ ഇങ്ങനെയുള്ള എലിമെന്റ്സ് ഉണ്ട്. മേജർ എലിമെന്റ്സിൽ നമുക്ക് വേണ്ടാത്തതായിട്ടുള്ള മെഗ്നീഷ്യം പോലുള്ള ഘടകങ്ങളുണ്ട്. പിന്നെ കോപ്പർ പോലുള്ള മറ്റ് എലിമെന്റ്സ് പ്രാധാന്യം അറിയിക്കുന്നവ മറ്റ് എലിമെന്റ്സിനെ പോലെ തന്നെ ഉണ്ട്. ഇതെല്ലാം പ്ലാന്റ്സിനും വ്യത്യാസമായിട്ടൊന്നുമില്ല. അതുപോലെ തന്നെയാണ് ഈ വൈറ്റാലിറ്റി എന്ന് പറയുന്നതും. ഇപ്പോൾ പ്ലാന്റ്സിന് വൈറ്റാലിറ്റി ഉണ്ടോ, അല്ലെങ്കിൽ അനിമൽസിന്റെ വൈറ്റാലിറ്റി പോലെ, അല്ലെങ്കിൽ ഹ്യൂമൻ ബീങ്സിന് നമ്മുടെ വൈറ്റൽ ഫോഴ്സ് എന്ന് പറയുന്നത് പോലെ വൈറ്റാലിറ്റി എന്ന് പറയുന്നത് ഒന്ന് പ്ലാന്റ്സിനുണ്ടോ? ജീവന്റെ വൈറ്റാലിറ്റി എന്ന് പറയുന്നത് എല്ലാ ജീവജാലങ്ങൾക്കും ജീവന്റെ ഒരു ഫോഴ്സ് ഒന്ന് തന്നെയാണ്. അത് ഈ ജീവജാലങ്ങളെല്ലാം തന്നെ ജീവന്റെ ഭാഗം, അല്ലെങ്കിൽ ജീവൻ എന്ന് പറയുന്ന ഭാഗം അതൊരു എനർജിയാണ് എങ്കിൽ അത് ഈ വലിയ എനർജിയുടെ മാക്രോ കാസം എന്ന് നാം എല്ലാം പഠിച്ചിട്ടുള്ള വലിയ പ്രാപഞ്ചികമായിട്ടുള്ള എനർജിയുടെ ഒരു ചെറിയ സവിശേഷമായിട്ടുള്ള വ്യത്യസ്തമാവും എന്നാൽ സ്വതന്ത്രമായുമുള്ള പൂർണ്ണത.
കൈവരിച്ചിരിക്കുന്ന ഒന്നാണല്ലോ ജീവൻ. ഇതാണ് ജീവന്റെ അടിസ്ഥാനമായിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്നത്. അപ്പോൾ വൈറ്റാലിറ്റി എന്ന് പറയുന്നത് അത് തന്നെയാണ്. ഇനി വൈറ്റൽ ഫോഴ്സും എനർജി ലെവലിലാണെങ്കിലും നമ്മുടെ ശരീരത്തിലും പ്രവർത്തനങ്ങൾക്കെല്ലാം എന്ത് വേണം? എൻസൈംസ് തന്നെയാണ്, ഹോർമോൺസ് തന്നെയാണ്, എലിമെന്റ്സ് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അപ്പൊ ഞാൻ ഈ മോഡസ് ഓപ്പറാൻഡി എന്ന് പറയുമ്പോൾ ആദ്യം പറയട്ടെ, അവസാനവും ഈ ക്ലാസ്സിന്റെ മിക്കവാറും ഇതൊരു 5th ക്ലാസ്സിൽ ഈ ഒരു പോർഷനിൽ നമുക്ക് ഈ പ്രവർത്തന തത്വം എന്നുള്ള നിലയിലുള്ള ക്ലാസ് ഞാൻ ഇവിടെ വെച്ച് ഈ ക്ലാസ് കൂടി തീരും. അടുത്തത് തുടർന്ന് മറ്റു ചില രീതിയിലുള്ള വന്നാലും ഞാൻ ഈ എലിമെന്റ്സ് അല്ലെങ്കിൽ പ്ലാന്റ്സിൽ കുറച്ച് എലിമെന്റ്സ് കൊടുക്കുകയും അവയിൽ ഹോമിയോപ്പതി മെഡിസിൻസ് അപ്ലൈ ചെയ്യുകയും അവയുടെ ഹയർ പൊട്ടൻസീസ് ഏത് തരത്തിലാണ് പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് തന്നെയാണ് വരുന്ന ക്ലാസ്സുകളിലും പറയുന്നത്. അപ്പോൾ ഒരു എക്സാമിനേഷന് നമ്മൾ ഒരു പരീക്ഷണത്തിന് തുടങ്ങുമ്പോൾ ഒരു പരീക്ഷണത്തിന്റെ റിസൾട്ട് നമുക്ക് വ്യക്തമായിട്ട് കിട്ടാൻ സാധ്യത ഇല്ല ഒന്നിനും. എല്ലാവർക്കും അങ്ങനെ അറിയാം. നമ്മളൊരു പരീക്ഷണത്തിന് മുതിരുമ്പോൾ ഒന്നും അറിയാത്ത ഒരു പരീക്ഷണമാണ്, ഒരു മുൻവിധിയും ഇല്ലാത്ത പരീക്ഷണമാണ്. അപ്പൊ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്താണെന്ന് നാം വ്യക്തമായി സൂക്ഷ്മമായിട്ട് നമ്മുടെ പരിധിക്കകത്ത് നിന്നുകൊണ്ട്, നമ്മുടെ അറിവിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് നമ്മൾ അതിനെ വിശകലനം ചെയ്യും. എന്നിട്ട് അതിൽ നിന്ന് നമ്മളൊരു ഇൻഫറൻസ് തയ്യാറാക്കും. എന്നിട്ട് അത് തികയുന്നില്ല, തൃപ്തികരമല്ലെങ്കിൽ അതാണോ എന്ന് പുതിയ ഒന്നിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ അടുത്ത പരീക്ഷണത്തിന് ഒരു വഴി വെക്കുന്നതാണ് ഒരു പരീക്ഷണം എന്നുള്ളത് മാത്രമായി മാറും. എന്നിട്ടും നമ്മളെ ഇന്റൻഷൻ എന്താണെന്നുള്ളത് എപ്പോഴും നമ്മുടെ മനസ്സിൽ പരീക്ഷണം ആദ്യം ഏറ്റവും വാസ്റ്റ് ആയിട്ടുള്ള ഒന്നായിരുന്നു. അതായത് ഹോമിയോപ്പതി മരുന്നുകൾക്ക് ഫ്രാൻസിൽ ആപ്ലിക്കേഷൻ ഉണ്ടോ, ഈ ഹോമിയോപ്പതിയുടെ പ്രവർത്തനം തത്വം ഫ്രാൻസിൽ പ്രാവർത്തികമാണോ എന്നതായിരുന്നു എൻ്റെ പരീക്ഷണം. അപ്പൊ അത് തന്നെയാണ് ഒരു കണക്കിന് ഞാൻ ഒന്നിൽ നിന്ന് മറ്റൊന്നിലാക്കി മാറി അനേകം പരീക്ഷണങ്ങൾ ചെയ്യാനിടയായതും എല്ലാ പരീക്ഷണത്തിന്റെയും ഒടുവിൽ ഞാൻ ഈ എലിമെന്റലായിട്ടുള്ള ഒരു കാര്യം കണ്ടെത്തുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് വൈറ്റാലിറ്റി അല്ലെങ്കിൽ ഞാൻ ഇവിടെ പറയാൻ കാരണം ഡൈനാമിക്സ് ആയിട്ടുള്ള ഒരു പവറിലാണ്, അല്ലെങ്കിൽ അതാണ് നമ്മുടെ വൈറ്റൽ ഫോഴ്സ് എന്നും പ്രവർത്തന തത്വമെന്നുമാണ് നാം ഹോമിയോപ്പതി തുടങ്ങിയ കാലം മുതലും അറിയാവുന്ന ഈ കാലങ്ങളിലെല്ലാം ഇനി വരുന്ന തലമുറയും ഹോമിയോപ്പതിയുടെ നിലനിൽപ്പിന് മാത്രമല്ല, ഹോമിയോപ്പതിയുടെ യഥാർത്ഥ സത്യം എന്ന് പറയുന്നത് ഈ ഡൈനാമിക് ആയിട്ടുള്ള ഒരു പ്രവർത്തനമാണ്. അതിന് നമുക്ക് സംശയമേ ഇല്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇത്രയും ഹയർ ആയിട്ടുള്ള ഡൈലൂഷൻസിൽ പോലും യാതൊരു മരുന്നിന്റെ പാർട്ടിക്കിൾസ് ഇല്ലെങ്കിൽ പോലും ആ മരുന്ന് ഡൈനാമിക് ആയിട്ടുള്ള ഒരു ഡിസീസിനെ നമുക്ക് വളരെ പ്യുവറായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് ക്യൂർ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം എല്ലാ ഹോമിയോപ്പതിക്കാർക്കും അനുഭവസ്ഥരായിട്ടുള്ള ആൾക്കാർക്കും അറിയാവുന്നതാണ്. ഈ ഒരു വൈതരണി, അതായത് ഹോമിയോപ്പതിക്കാർക്കുള്ള ഈ ഒരു പ്രയാസത്തിന് അങ്ങനെ തന്നെയാണ് അറിഞ്ഞു വരാനേ നമുക്ക് സാധ്യതയുള്ളൂ. വരുന്ന കാലങ്ങളിലും നാം ആ ഡൈനാമിസത്തിനെ കുറിച്ചുള്ള ആ ഒരു അറിവ് നമ്മളെ ഏതുവരെ പോകുമ്പോൾ അവിടം വരെ അത് ആ കണക്കിന് നിലനിന്ന് പോകാനേ സാധ്യതയുള്ളൂ എന്നാണ് ഞാൻ പറയുന്നത്. ഈ വൈറ്റാലിറ്റി എന്ന് പറയുന്നത് ഇതിൽ എൻസൈമാറ്റിക് ആക്ഷൻ ഉണ്ട്, ഹോർമോണൽ ആക്ഷൻ ഉണ്ട്, എലിമെന്ററി ആയിട്ടുണ്ട്. ഇതെല്ലാം സർവൈവലിനും ഗ്രോത്തിനും റീപ്രൊഡക്ഷനും ഒക്കെ ആയിട്ട് ഒരു പ്ലാന്റിന്റെ എന്നല്ല ഒരു ലൈഫിന്റെ എക്സിസ്റ്റൻസിന് മാത്രമായിട്ടാണ് ഇതെല്ലാം നടന്നു വരുന്നത്. അപ്പം നമ്മുടെ എലിമെന്റൽ ബേസിലുള്ള ഡൈനാമിക് ആയിട്ടുള്ള പൊട്ടൻറ്റൈസ്ഡ് മെഡിസിൻസ് ഏത് സൈറ്റിലാണ് പ്രധാനമായിട്ടും പ്രവർത്തിക്കുന്നത് എന്നാൽ പോലും അവിടെ അതിൻ്റെ ശരിക്കുള്ള എനർജി ലെവൽ അല്ലെങ്കിൽ ഒരു വൈബ്രേഷണൽ ലെവലിലാണ് ആപ്ലിക്കബിൾ ആവുന്നത് എന്ന് നമ്മുടെ പല ഡോക്ടർമാരും ഈ ക്ലാസ്സിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്നാൽ ഇത് ഞാൻ പറയാൻ കാരണം, ഈ ക്ലാസ്സിൽ ഞാൻ അത് എടുത്തു പറയുന്നതിന് പ്രധാന കാരണം എന്ന് പറയുന്നത്, പ്ലാന്റ്സിൽ ഞാൻ കണ്ടിടത്തോളം ഡിസീസ്ഡ് ആയിട്ടുള്ള കുറേ പോർഷൻസ് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് റീഡ് ചെയ്തപ്പോൾ അതിൽ കണ്ട ക്രിസ്റ്റൽസ് വളരെ, അതിൽ നിന്ന് എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ള ക്രിസ്റ്റൽസ് ഈ ഡിസീസ്ഡ് അല്ലാത്ത പ്ലാന്റ്സിൽ ഞാൻ കണ്ടിട്ടില്ല. ഒന്നാമത്. രണ്ടാമത്, ഈ ഡിസീസ്ഡ് ഈ പ്ലാന്റ്സിൽ നമ്മൾ ഇത്തരത്തിലുള്ള എലിമെന്റ്സ് അല്ലെങ്കിൽ ഏതെങ്കിലും പ്ലാന്റ്സിൽ ഇതുപോലുള്ള ക്രിസ്റ്റൽസ് കണ്ടിട്ടുണ്ടെങ്കിൽ ആ ക്രിസ്റ്റൽസ് എല്ലാം ഒരുപക്ഷെ വീണ്ടും വീണ്ടും നമുക്ക് ആവർത്തിച്ച് കിട്ടേണ്ടതല്ലേ. എന്നാൽ വളരെ ക്ലിപ്തമായിട്ട് കണ്ട ചില ക്രിസ്റ്റൽസ്, ഞാൻ ഈ വരുന്ന ക്ലാസ് പിക്ചറുകളിൽ ഓരോന്നായിട്ട് എടുത്ത് പറയാം. ചില ടിപ്പിക്കലായിട്ടുള്ള ക്രിസ്റ്റൽസ് എനിക്ക് കാണാൻ കഴിഞ്ഞില്ല മെഡിസിൻ അപ്ലൈ ചെയ്തതിനു ശേഷം. അപ്പോൾ വ്യത്യസ്തമായിട്ട് എന്താണ് മെഡിസിൻ അപ്ലൈ ചെയ്തതിനു ശേഷം കാണാൻ കഴിയുന്നത്? രണ്ടുമാണ്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളിൽ നിന്ന്, ഒന്ന്, മെഡിസിൻസിന്റെ ക്രിസ്റ്റൽസ് നമുക്ക് സാധാരണ ക്രിസ്റ്റൽസ് ചിലത് അപ്രത്യക്ഷമാകുന്നതായി കാണാം. ചില കൂടുതൽ ക്രിസ്റ്റൽസ് ഇതിൻ്റെതായിട്ടുള്ള മെഡിസിനൽ ആപ്ലിക്കേഷന് ശേഷം ചില വ്യത്യസ്തമായ ക്രിസ്റ്റൽസ് കാണാൻ കഴിഞ്ഞു. പിന്നെ സാധാരണ ക്രിസ്റ്റൽസിന് തന്നെ ചില മാറ്റങ്ങൾ കാണാൻ കഴിഞ്ഞു. പിന്നെ ഈ രോഗാവസ്ഥയിൽ കാണുന്ന ക്രിസ്റ്റൽസ് സാധാരണ നോർമലായിട്ടുള്ള പ്ലാന്റ്സിൽ കണ്ടുമില്ല. ഇത് ഞാൻ ഒരു ക്ലിപ്തമായിട്ട് ഒന്ന് പറയത്തക്ക വലിയ വാസ്റ്റ് സ്റ്റഡി കഴിഞ്ഞില്ലെങ്കിലും
എനിക്ക് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. കഴിഞ്ഞ 10, 16, 18 വർഷങ്ങളൊക്കെ വളരെ തീവ്രമായിട്ട് ഞാനിത് വായിച്ചാണ്. പിന്നെ ഇനി സമയങ്ങളില്ലാത്തതുകൊണ്ട് മാത്രമല്ല, നമ്മുടെ ഈ ഫോറത്തിൽ ബാക്കിയുള്ളവർ കൂടി ഈ കാര്യങ്ങളിലേക്ക് കടന്നൊന്ന് ചിന്തിക്കണം എന്നുള്ളതിനെ കൊണ്ടുമാണ് ഇത് ഞാൻ ഇപ്പോൾ ഈ ക്ലാസ്സിൽ ഞങ്ങൾ ഓപ്പണായിട്ട് പറയുന്നത്. കുറേ ഇൻഫ്ലുവൻസസ് ഉള്ളത് ഒന്ന് ഇത് തന്നെയാണ്. അതായത് ഈ പ്ലാന്റ്സിൽ നമ്മുടെ ഹോമിയോപ്പതി മെഡിസിൻസ് ചെലുത്തുന്ന സ്വാധീനം എന്ന് പറയുന്നത് ഈ വൈറ്റാൽ പ്രവർത്തനത്തിന്റെ മേഖലയിൽ അല്ലെങ്കിൽ ശരിയായിട്ടുള്ള സൈറ്റില് ഈ എലിമെന്റ്സിലായിട്ടുള്ള മൈക്രോ പോയിന്റ്സ്, അതായത് എനർജി ലെവലിലായാലും ഡൈനാമിക് ലെവലിലായാലും മൈക്രോ ആയിട്ടുള്ള ഇതിന്റെ ഇൻഫ്ലുവൻസ് തന്നെയാണ് എന്നുള്ളതാണ്. ഇപ്പൊ പുറത്ത് ഒരു വസ്തുവിന്, ഒരു എലിമെന്റിന് എടുത്തു കഴിഞ്ഞാൽ അതിന് ഫിസിക്കലായിട്ടുള്ള ആക്ഷൻ ഉണ്ട്, കെമിക്കലായിട്ടുള്ള ആക്ഷൻ ഉണ്ട്, മാഗ്നറ്റിക്, ഇങ്ങനെ അനേകം സ്വഭാവ വിശേഷങ്ങളുള്ളതാണ് ഒരു വസ്തു. പക്ഷെ ജീവനുള്ള ഒരു വസ്തുവിനകത്ത് ഇതിന്റെ സ്വഭാവത്തിന് ഇങ്ങനെ തന്നെ ഉണ്ടോ? നമ്മൾ പറയുന്ന പോലെ ഈ ജീവന്റെ ശരീരത്തിനകത്തും ഇതേപോലെയാണോ ഈ വസ്തുക്കൾക്ക്? അത് നമ്മൾ പഠിച്ചിട്ടുണ്ടോ, നോക്കിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെ ഒരു കെമിക്കൽ ബോഡി അല്ല ഒരു ജീവനും പ്ലാന്റിലും. അവയ്ക്ക് പുറമെ ഇപ്പൊ എൻസൈംസ് ഉണ്ട്, അനേക എൻസൈംസ് ഉണ്ട്. ഉദാഹരണത്തിന് ഒരുപാട് എൻസൈംസിനെ കുറിച്ച് പറയുന്നുണ്ട്. അമിലേസ് ഒരു എൻസൈമാണ്, മനുഷ്യ ശരീരത്തിലുണ്ട്. നമുക്ക് ഫോസ്ഫറ്റേസ് ഒരു എൻസൈമാണ്. ലിപ്പേസ്, ഈ ലിപ്പിഡ്, അതായത് കൊഴുപ്പിനെ എല്ലാം ലയിപ്പിക്കുന്ന ലിപ്പേസ്. ഫൈറ്റേസ് എന്ന് പറയുന്ന ഫോസ്ഫറസിനെ ലയിപ്പിക്കുന്നു. മണ്ണിലുള്ള ഫോസ്ഫറസിനെ ഈ ഫൈറ്റേസ് എന്ന് പറയുന്ന എൻസൈം വഴി ഫോസ്ഫറസിനെ അവൈലബിൾ ആക്കാൻ പോലും പ്ലാന്റിന് കഴിയും. സെല്ലുലോസ് എന്ന് പറയുന്ന സെല്ലുലോസിന്റെ വരുന്നതിനെ അലിഞ്ച് കളയുന്നതിനുള്ള എൻസൈംസ് ആണ്. പ്രോട്ടീനെ ദഹിപ്പിക്കുന്നതിനുള്ള എൻസൈമാണ്. യൂറിയയെ കൺവേർട്ട് ചെയ്ത് പ്ലാന്റിനെ ഉപയോഗപ്രദമാക്കുന്നതിനുള്ളതാണ്. ഇതെല്ലാം മനുഷ്യ ശരീരത്തിൽ നേരെ വേറെ വിപരീതങ്ങളായിട്ട് വരാറുണ്ട്. ഇതെല്ലാം തന്നെ അനേകം എൻസൈംസും നമ്മുടെ ശരീരത്തിലുണ്ട്. ജീവജാലങ്ങളുടെ പ്രത്യേകതയാണ് എൻസൈംസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ എൻസൈംസിന്റെ സ്വഭാവം എന്ന് പറയുന്നത് ഒരു കെമിക്കൽ റിയാക്ഷൻ ആണെങ്കിലും അതെല്ലാം വളരെ വേഗമായിട്ടും ഓപ്പണായിട്ടും പുറമേ നിന്നുള്ള കാഴ്ചപ്പാടുകളിലൂടെ നോക്കേണ്ടതാണ്. നമ്മൾ പുറമേ നോക്കുമ്പോൾ കാണുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. ഇത്രയും ഇന്റേണൽ ആണെങ്കിൽ കൂടി അതെല്ലാം പുറമെയാണ്. അതിനേക്കാൾ ഉള്ളിലാണ് ഞാൻ ഈ പറയുന്ന ചെറിയ ചേഞ്ചസ് ഇൻ കെമിക്കൽ ക്രിസ്റ്റൽസ് അല്ലെങ്കിൽ രൂപീകരണത്തില് പ്ലാന്റ്സിൽ നടന്നു വരുന്നത് എന്നാണ് പറഞ്ഞത്. അതിന് കാരണം നമ്മുടെ മെഡിസിൻസ് തന്നെയാണെന്ന് എനിക്ക് ഒരു സംശയമില്ല. നമ്മുടെ മെഡിസിൻസ് എല്ലാം നല്ല അത്തരത്തിലുള്ള മെഡിസിൻസിന്റെ ആക്ഷൻ തന്നെയാണ് ജീവജാലങ്ങളിലെല്ലാം ഈ രോഗത്തിന്റെ ക്യൂറബിലിറ്റിയും അല്ലെങ്കിൽ വാട്ട് ഈസ് ക്യൂറബിൾ ഇൻ മെഡിസിൻ എന്നുള്ളത് ഞാൻ എപ്പോഴും വിചാരിക്കുന്നത്. അത് തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയ തത്വം എന്ന് വിചാരിക്കുന്നു. ഇനി ഇതെല്ലാം ഈ കെമിക്കൽസ് എല്ലാം തന്നെ ഒരു സ്റ്റിമുലൈ പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്ന വേണം. സ്റ്റിമുലൈ ഉൽപ്പാദിപ്പിക്കുന്നു. ഇനി ഗ്രാവിറ്റി എന്ന് പറയുന്ന ആ ഒരു സ്വഭാവം പ്ലാന്റ്സിന്റെ ജിയോട്രോപിക് കാണിക്കുന്നു. സിംബയോട്ടിക് എന്ന് പറഞ്ഞാൽ മറ്റ് പ്ലാന്റ്സുമായിട്ടുള്ള അല്ലെങ്കിൽ മറ്റ് താതാത്മ്യം അടുത്ത് നിൽക്കുന്ന പ്ലാന്റ്സുമായിട്ട് അവയ്ക്ക് റിലേഷൻ ഉണ്ട്. അവയുടെ പൊതുവെയുള്ള ന്യൂട്രീഷൻ, ഇതിനൊക്കെല്ലാം തന്നെ ഈ കെമിക്കൽസിനെ വളരെയേറെ സ്വാധീനം കാണുന്നതാണ് പ്ലാന്റ്സിൽ. അമിലേസ്, ഇതെല്ലാം എൻസൈംസ് ഞാൻ പറഞ്ഞു. ഇനി ഈ ഒരു ബ്ലൂ ഫ്ലവറിന്റെ മുളകിന്റെ ഞാൻ സാധാരണ ഇനി എൻ്റെ മറ്റു ചിത്രങ്ങളിലേക്ക് കടക്കാം. അധികം എഴുതി വെച്ചിട്ടില്ല, അധികം ഓരോ പിക്ചറുകളായിട്ട് പറഞ്ഞിട്ട് അത് എന്തിനാണ് ആ ഒരു എക്സ്പെരിമെന്റ് ചെയ്തതെന്ന് കൂടി ഞാൻ പറഞ്ഞു പോകാം. ഞാൻ പറഞ്ഞ പൊതുവായ കാര്യം ഇതാണ്. ഇതിന് കുറച്ച് ഉപോത്ബലകമായ എന്നല്ല മലയാളം, കുറച്ച് ചിത്രങ്ങളാണ് കാലങ്ങളിലൂടെ ഞാൻ എടുത്തു വെച്ച കുറച്ച് ചിത്രങ്ങൾ മാത്രമാണ് കാണിക്കുന്നത്. ഈ ഫിലിയസ് ബ്ലൂ പെപ്പർ എന്ന് പറയുന്നത് നീലമുളകാണ്. അപ്പൊ ഞാൻ നീലമുളകിനെയാണ് പരീക്ഷണത്തിന് എടുത്തത്. അതിന് പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അന്ന് പറഞ്ഞു, അതിന് നിറ വ്യത്യാസമൊക്കെ കാണാൻ വളരെ എളുപ്പമാണ്. പെട്ടെന്ന് തന്നെ കൂടുതൽ കായ്ക്കുന്നതും നിറങ്ങൾക്ക് വ്യത്യാസം വരുന്നതും അത് വായിക്കാൻ എളുപ്പമുള്ള ഒരു മുളകാണ്. അതുകൊണ്ടാണ് ഫിലിയസ് ബ്ലൂ പെപ്പർ, അതായത് ബ്ലൂവും ചില്ലിയാണ് ഞാൻ സാധാരണയായിട്ട് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഈ ചിത്രം നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇതൊരു സാധാരണ ചില്ലി ലീഫാണ്. ഒരു സാധാരണ ലീഫ് നോക്കിയാൽ ഇതുപോലെ കാണും. കുറച്ച് ചെറിയ ക്രിസ്റ്റൽസ് ഇങ്ങനെ കാണും. ഇവിടെ നടുക്ക് ഒരു കോമൺ ആയിട്ടുള്ള ഒന്നാണ്. ഞാൻ ഇന്നലെ പറഞ്ഞ ഒരു കെട്ടിടം ഇങ്ങനെ കമിഴ്ത്തി വെച്ചിരിക്കുന്നത് ഈ ക്രിസ്റ്റലാണ്, ഈ ഭാഗം. അപ്പൊ ആ ക്രിസ്റ്റൽ നമുക്ക് നോക്കിയാൽ എല്ലാവർക്കും കുറച്ച് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം. ആ ക്രിസ്റ്റൽ കുറച്ച് ഉണ്ട്. ഇവിടെ ഒരു ക്രിസ്റ്റൽ ഇങ്ങനെ വേറൊന്ന് കിടപ്പുണ്ട്, കണ്ടില്ലേ? ഇത് രണ്ടല്ല, ഈ ക്രിസ്റ്റലാണ് ഇങ്ങനെ ചരിഞ്ഞു കിടക്കുന്നത്. ഒരു ഭാഗം ഇങ്ങനെ അപ്പുറത്തോട്ട് കിടക്കുന്നെങ്കിലും അത് തിരിച്ചു വരുമ്പോ ഒരു ഭാഗത്തിന്റെ കൂരയുടെ ഒരു ഭാഗം പോലെ വരും. ഇത് വലിയ ഒരു കെട്ടിടത്തിന് ഇതുപോലെ കാണാം. ഇത് ഒരു ക്രിസ്റ്റലാണ്, വലുതായിട്ട് കാണാൻ പറ്റും.
ഇനി ഇത് കോമൺ ആയിട്ട് കാണുന്നതാണ്, നാച്ചുറൽ ഒറിജിനൽ. ഇത് അതുപോലെ തന്നെ ഒരു ചില്ലി സാധാരണ ഉള്ളത് തന്നെ നമ്മുടെ ഇതിൽ കാണുന്നതാണ്. ആ ക്രിസ്റ്റൽ തന്നെ ഇത് കാണിക്കാനാണ്. ഇത് കോമൺ ആയിട്ട് എല്ലാ ചില്ലി ലീഫ്, മുളകിന്റെ ലീഫ് തന്നെ നിങ്ങൾക്ക് ഈ ക്രിസ്റ്റൽ കാണാൻ കഴിയും. കോമൺ ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു ക്രിസ്റ്റലാണ്. എപ്പോൾ നോക്കിയാലും ഫസ്റ്റ് ആയിട്ട് കാണാം. ആ കോമൺ ആയിട്ട് ഒന്ന് തന്നെ വേറൊരു സൈസിൽ കിടക്കുന്നതേ ഉള്ളൂ. ഇതിലും ഇതുണ്ട്, കുറച്ചുകൂടെ കമന്ന് കാണാം. ഇതുണ്ട്, ഇങ്ങനെയാണ്. ഇതാണ് കോമൺ ആയിട്ട് കാണുന്നത്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയുള്ളതാണ് എപ്പോഴും കാണുന്നത്. മറ്റേതൊക്കെ അപൂർവമായിട്ട് അതിന് ചരിഞ്ഞ് കിടക്കുന്നതാണെങ്കിൽ അതായത് തന്നെ എന്നൊക്കെ പറയാൻ വേണ്ടിയാണ് ആ ചിത്രം ഞാൻ എടുത്തത്. ഇതാണ് ഇങ്ങനെയുള്ള ഒരു പിരമിഡ് കൂര പോലെയായിട്ട് ഒരു സൈഡ് ഇങ്ങനെ ചരിഞ്ഞ ക്രിസ്റ്റലാണ്. ഇത് കാണിക്കാനാണ്. ഈ ആംഗിൾ വേറെയാണ്. ഇത്രയും വന്നിട്ട് ഇവിടെ ചെറിയൊരു ആംഗിൾ ഉണ്ട്. ഇതൊരു കുറച്ചുകൂടി ചെറിയ ഡിസ്റ്റൻസിലുള്ള ഒരു കാര്യമാണ്. പക്ഷെ ആംഗിൾ രണ്ടും ഒന്നാണ്. ഇതിന്റെ ആംഗിൾ ഈ ആംഗിൾ തുല്യമായിരിക്കും. പക്ഷെ ഈ ഡിസ്റ്റൻസ് കുറച്ച് കുറവും ഇത് ഡിസ്റ്റൻസ് വലുതുമാണ്. ഈ ഒരു ക്രിസ്റ്റല് ഒരു ചില്ലിയാണ്, കണ്ടാൽ അറിയാം. മറ്റേ ഫ്രാൻസിൽ സാധാരണ ഇത് മറ്റു ഒന്നും തന്നെ കാണാൻ കഴിയില്ല. ഇത് അത് വേറെ രീതിയിൽ കിടക്കുന്നതാണ് കേട്ടോ. ആ മടക്ക് എപ്പോഴും ഉണ്ട്, ഇതിൽ കാണാം. ഇതിലും ആ മടക്ക് കാണാം. ഇങ്ങനെ ആ നടുക്ക് ഇങ്ങനെ മടങ്ങിയിരിക്കുന്നുണ്ട്. ഇത് പറയുന്നത് നമുക്ക് സാധാരണ ആരെങ്കിലും എക്സ്പെരിമെന്റിലേക്ക് പോവുകയാണെങ്കിൽ ഇത് കാണാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യുന്നത്. ചെറിയ ആംഗിൾ ഇവിടെയും, ഇവിടെ ചെറിയ ആംഗിൾ ഇവിടെയും, വലിയ ആംഗിൾ ഇവിടെയുമാണ്. ഇത് വേറെ രീതിയിൽ കിടക്കുകയാണ്. ഇതെല്ലാം കോമൺ ക്രിസ്റ്റലാണ്, ഒരു ക്രിസ്റ്റലാണ്. പിന്നെ നമ്മുടെ ഷുഗർ ഓഫ് മിൽക്ക് കുറച്ച് പേർക്ക് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ കാണിച്ചതാണ്. ഇത് ഷുഗർ ഓഫ് മിൽക്കിന്റെ വാഗായിട്ടുള്ള ഒരു ക്രിസ്റ്റലാണ്. ഇത് ഒരെണ്ണം കുറച്ച് വലുതായിട്ട് നന്നായിട്ട് എടുത്തതാണ് മുമ്പ് ഞാൻ കാണിച്ച ഒറിജിനൽ നല്ല പിക്ചർ. ഇത് തന്നെയാണ് ഷുഗർ ഓഫ് മിൽക്കാണ്. ഷുഗർ മിൽക്കിന്റെ ക്രിസ്റ്റലുകളാണ് അത്. ഇനി കമ്പാരിറ്റീവായിട്ട് ഈ ക്രിസ്റ്റൽ തന്നെ ഒന്ന് മനസ്സിൽ വെച്ച് പോകണം. കാര്യം ഇതിന്റെ ചേഞ്ചസ് എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്ക് പലർക്കും മനസ്സിൽ ചോദിക്കുന്നുണ്ടാവും. മെഡിസിൻ കൊടുക്കുമ്പോൾ എന്ത് ചേഞ്ചസ് ആണ് വരുന്നത്? ഇതേപോലുള്ള ചേഞ്ചസ് ആണ് സാധാരണ നാച്ചുറൽ ആയിട്ടുള്ള ചേഞ്ചസ് ആണ്. ഇത് അയഡൈസ്ഡ് സാൾട്ട് ആണ്. അയഡൈസ്ഡ് സാൾട്ട് അതായത് നമ്മുടെ ഇപ്പോൾ കിട്ടുന്ന അയഡൈസ്ഡ് സാൾട്ട്, സാൾട്ടിന് ഇങ്ങനെ കിട്ടില്ല. സാൾട്ടിൽ ഒരു ക്രിസ്റ്റൽ ഇങ്ങനെ കാണില്ല. ഈ ഈ ഈ ഈ കൊറിലേഷനും ഇത്തരത്തിലുള്ള ഒരു ക്രിസ്റ്റൽ അപൂർവമായിട്ട് മാത്രമേ നമ്മുടെ സാധാരണ ഇത് കിട്ടുള്ളൂ. ഇത് അയഡൈസ്ഡ് സാൾട്ട് ആണ്. ഇതും അയഡൈസ്ഡ് സാൾട്ട് ആണ്. സാധാരണ സാൾട്ടിന് ഈ ക്രിസ്റ്റൽ മാത്രം കാണും കേട്ടോ. സാധാരണ ഒരു ക്രിസ്റ്റലാണ്. ഇതൊരു എസ്കേപ്പ് ചെയ്ത് കിടക്കുന്ന സാധാരണ ക്രിസ്റ്റലാണ്. താഴെ വശത്തുള്ളത് ഒരു സാധാരണ ക്രിസ്റ്റലാണ്. പക്ഷെ ഇത് ഒരു അബ്നോർമൽ ക്രിസ്റ്റലാണ്, അയഡിന്റെ കൂടിയുള്ളത് കൊണ്ട്. ഇത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് സാധാരണ എല്ലാവർക്കും സാധാരണ ബുദ്ധിയെ മനസ്സിലാക്കാം. അയഡിനും കൂടി ചേർന്ന് സോഡിയം ക്ലോറൈഡിന്റെ ഒരു ചെറിയൊരു വന്നു കഴിഞ്ഞു അവിടെ. അഡൾട്രേറ്റഡ് ആണെങ്കിലും അയഡിനും സോഡിയം ക്ലോറൈഡും തമ്മിലൊരു വന്നു. ഇത് സോഡിയം ക്ലോറൈഡിന്റെ തന്നെ കാണുമ്പോൾ തന്നെ അറിയാം കണ്ടോ. നല്ല ഷേപ്പാണ്. ഇത് യഥാർത്ഥത്തിൽ ഇതാണ് ഒറിജിനൽ സോഡിയം ക്ലോറൈഡിന്റെ. പക്ഷെ ഇത്രയും വരും. നാട്രം ഫ്ലോസിന്റെ പോലും ഇങ്ങനെ വരില്ല. ഫ്ലോസിന്റെ കുറച്ചുകൂടെ ഒപ്പാക്കായിട്ട് സോഫ്റ്റ് ആയിട്ടും നല്ല സൂത്തിങ് ആയിട്ടുള്ള എഫക്റ്റും നല്ല എന്താ ഫിനിഷിങ് നന്നായിരിക്കും. അതാണ് സോഡിയം ഫോസ്ഫേറ്റ് നാട്രം ഫോസിന്റെ. പക്ഷെ ഇതുപോലെ തന്നെ ഷേപ്പല്ല ഇതുപോലെ ഇരിക്കും. എന്നാലും അയഡിന്റെ പോലെ വരില്ല. ഇതാണ് അയഡൈസ്ഡ് സാൾട്ട്. ഇനി വേറൊന്ന് കാണിക്കാം. അയഡൈസ്ഡ് സാൾട്ട് തന്നെ മറ്റൊരു രീതിയിൽ കാണാം. ഇത് കണ്ടോ, ഈ കടൽ വെള്ളം എടുത്ത് നോക്കിയാലും ഒരുപക്ഷെ ഇങ്ങനെ കാണാൻ കഴിയും. ഇത് സാൾട്ടാണ്, അയഡൈസ്ഡ് സാൾട്ടിന്റെ സൊല്യൂഷനിൽ നിന്ന് കിട്ടിയതാണ്. ഇതില് മറ്റു ചില ഇമ്പ്യൂരിറ്റീസും കൂടെ ഒക്കെ ഉണ്ടാകാം. അല്ലെങ്കിൽ അയഡിന്റെ തന്നെ ബാർ ആയിരിക്കാം ഇത്. അയഡൈഡ്സ് എന്തെങ്കിലും ആകാം. അയഡിൻ സാൾട്ട് എന്ന് കിട്ടിയതാണ്. ഇനി ഞാനൊരു പിക്ചർ കാണിക്കാം. ഇത് ഞാൻ 2006-ലും 2016-ലും 2018-ലും ഒക്കെ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്ത ഒരു എക്സ്പെരിമെന്റിന്റെ പയറിന്റെ ഒരു കാണാം. ഗ്രീൻ പീ, സാധാരണ നമ്മുടെ പച്ച ഗ്രീൻ പീ തന്നെ പയർ. ഇത് എല്ലാവർക്കും നല്ല ഒരു എക്സ്പെരിമെന്റൽ ഓബ്ജക്റ്റ് ആണ്. ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മുടെ ഒരു എക്സ്പെരിമെന്റൽ ആയിട്ടുള്ള ഒരു സ്പെസിമെനാണ്. കാരണം
ഈ പയറ് എളുപ്പം കിളിർത്ത് വരും. അപ്പോൾ ഓരോ മെഡിസിനെ നമുക്ക് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ ഈ കോട്ടിലിയുടെ ലീഫിൽ തന്നെ ചേഞ്ചസ് കാണാൻ കഴിയും. ഞാൻ ഒരിക്കൽ ബൊറാക്സ് എന്ന് പറയുന്ന നമ്മുടെ മെഡിസിൻ 30 അപ്ലൈ ചെയ്തിട്ടും 10 ഒരു ക്യാപ്പ് അപ്ലൈ ചെയ്തിട്ടും നല്ല 10 പൊട്ടൻസി ആയിരുന്നു. എനിക്ക് അതിന്റെ ടിഞ്ചർ ലെവലിലുള്ള എക്സസിന്റെ ഒരു സിംറ്റം ഈ പയറിൽ കാണാൻ കഴിഞ്ഞു. കുറെ ഞാൻ ഇതുപോലെ അല്ല, ഒരു മണ്ണിൽ ചെരുവിൽ കുറച്ച് മണ്ണ് നന്നായിട്ട് വൃത്തിയാക്കി അതിൽ കുറച്ച് പയർ നട്ടു, അതിൽ 10 അപ്ലൈ ചെയ്തു നോക്കി. അങ്ങനെയാണ് എനിക്ക് അതിൽ കാണാം. അതുകൊണ്ടാണ് അത്രയും കൃത്യമായിട്ടും അത് ബൊറാക്സ് 10 തന്നെ ആക്ഷൻ ഉണ്ടായി. ഈ അരിയിൽ ആ ഒരു ചെറിയ ലീഷൻ കാണാൻ പറ്റി. സെയിം തന്നെ 2 ദിവസം മുമ്പുള്ളതാണ്. ഈ പയർ ഒരു ദിവസം കിളിർപ്പിക്കാൻ വേണ്ടി വെള്ളത്തിലിട്ട് മെഡിസിന് ഇട്ടിട്ട് അതിനകത്ത് കിളിർപ്പിച്ച് നമ്മൾ നൈറ്റിൽ വെച്ചിട്ട് പിറ്റേ ദിവസം നമ്മൾ അതിനെ എടുത്ത് നട്ടാലും ആ മെഡിസിന്റെ ആക്ഷൻ അതിനകത്ത് കാണാൻ കഴിയും. അത് അല്ലാത്ത ഭാഗം വെച്ചിരുന്നാൽ അത് മുളച്ചിരിക്കും. അപ്പൊ മെഡിസിൻ അപ്ലൈ ചെയ്താൽ മിക്കവാറും മെഡിസിൻസ് അപ്ലൈ ചെയ്താൽ അന്ന് അത് മുളക്കിയില്ല. വാസ്തവത്തിൽ അത് മുളക്കില്ല എന്നുള്ളതാണ് ആ മെഡിസിൻ അത് കിട്ടിയെന്നുള്ളത്. പിറ്റേ ദിവസം മാത്രമേ ആ വെള്ളത്തിലിട്ടത് കിളിർത്തിരിക്കും, ചെറിയൊരു വേര് വരും. പക്ഷെ മെഡിസിനിലിട്ടത് കിളിർക്കില്ല. പക്ഷെ 3 ദിവസം കഴിയുമ്പോൾ കിളിർത്ത് വരും. എന്നിട്ട് ഈ മെഡിസിൻ അപ്ലൈ ചെയ്ത പ്ലാന്റ് നന്നായിട്ട് വരുന്നത് കാണാം മറ്റതിനെ അപേക്ഷിച്ച്. അപ്പൊ അതാണ് മെഡിസിൻ ആക്ഷൻ ഉണ്ട് എന്ന് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇതുണ്ടോ, നല്ലവണ്ണം ഹെൽത്തിയായി 5-6 ദിവസം കഴിഞ്ഞ ഒരു പയറാണ്. ഇനി ചിറ്റമൃത് എന്ന് പറയുന്ന ഒരു പ്ലാന്റിന്റെ കുറേ ക്രിസ്റ്റൽസ് കാണിക്കാം. അത് ക്രിസ്റ്റലിനെ കുറിച്ചുള്ള നിങ്ങളുടെ ധാരണ തന്നെ മാറ്റിക്കളായി. അതിനാണ് ചിറ്റമൃത് ടിനോസ്പോറ കോട്ടിഫോളിയ എന്ന് ഇപ്പൊ പറയുന്ന ഒരു ചിറ്റമൃത് ഉണ്ടല്ലോ, നമ്മുടെ നാട്ടിലെ വളരെ പ്രാഗൽഭ്യമുള്ള ഒരു മരുന്നാണ്. ഇപ്പൊ അത് എന്തിനെ ഉപയോഗിക്കുന്നു? ഇമ്മ്യൂൺ ബൂസ്റ്ററായിട്ടും പിന്നെ ഡയബറ്റീസിന്, ആർത്രൈറ്റിസിന്റെ ഓൾഡ് മെഡിസിനാണ്. പനിക്ക്, ഡയബറ്റീസ് മാനേജ് ചെയ്യാൻ ഇപ്പോൾ ഉപയോഗിക്കുന്നു ടിനോസ്പോറ കോട്ടിഫ്ലോറിയ. ചിറ്റമൃത് കൊണ്ട് കുറയാത്തതായിട്ടുള്ള അല്ലെങ്കിൽ ശാരീരിക ശുദ്ധിക്ക് വേറെ ഒരു മരുന്നും ഇല്ലെന്നാണ്. അത്രയും നല്ല മരുന്നാണ് ചിറ്റമൃത്. അപ്പൊ അതിന്റെ ഏറ്റവും ഈ ക്രിസ്റ്റല് യഥാർത്ഥത്തില് ഞാൻ ഈ ചിത്രത്തിലൂടെ കാണിക്കുന്ന ഈ സമയം അല്ലാതെ മറ്റൊരിടത്തും നിങ്ങൾക്കൊരു ഗൂഗിളിലോ മറ്റൊരിടത്തും ഈ ചിറ്റമൃതന്റെ ഞാൻ ഈ കാണിക്കുന്ന പിക്ചർ കാണാൻ കഴിയില്ല. ഇതുവരെയും ഇത് പബ്ലിഷ് ചെയ്തിട്ടില്ല. ഞാൻ ഇന്ന് ഈ സ്പോട്ടിൽ ഞാൻ എൻ്റെ പുസ്തകത്തിന് വേണ്ടി വെച്ചിരുന്നതാണ് 5-6 പുതിയ പുസ്തകത്തിന്. എന്ന് വെച്ചാൽ ഞാനൊരു 500 പ്ലാൻസ് ആണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. 120 പിക്ചർ കൊണ്ട് 900 പിക്ചറുകളെ എനിക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റും. 900 പിക്ചർ എന്ന് പറയുന്നത് 900 സ്ലൈഡ്. 900 സ്ലൈഡിൽ തന്നെ ഓരോന്നിനും 10-20 പിക്ചർ വെച്ചിട്ട് അങ്ങനെയുള്ള മൾട്ടിപ്ലിക്കേഷനിൽ എത്രയോ ക്രിസ്റ്റൽസ് ആണ് ഞാൻ ആ പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ എനിക്ക് അങ്ങനെ തന്നെ ഒരു 250 കൂടെ പ്ലാൻസ് കൂടി സ്റ്റഡി ചെയ്യണമെന്നും, പ്ലാൻസ് ഇഷ്ടം പോലെ ഉണ്ട്. ഇനി 250 പ്ലാൻസ് നമ്മുടെ നാട്ടിൽ കണ്ടമാനമുണ്ട്. അതിൽപ്പെട്ട ഒന്ന് സ്റ്റഡി തുടങ്ങിയതായിരുന്നു. അപ്പോഴാണ് എനിക്ക് ഇടുക്കി ഡിസ്ട്രിക്റ്റിലേക്ക് മറ്റേ വർക്ക് തീർന്നു. ആദ്യത്തേത് തീർന്ന് രണ്ടാമത്തെ സ്റ്റെപ്പ് തുടങ്ങിയപ്പോഴാണ് ഇടുക്കി ഡിസ്ട്രിക്ട് ഞാൻ ജോലിക്ക് പോയത്. പിന്നീട് എനിക്ക് അവിടുത്തെ തണുപ്പും കാരണം അതൊന്നും സാധിച്ചില്ല. ഇപ്പോഴും ഞാൻ കുറച്ചുകൂടെ നോക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിൽ നിന്നുള്ള കളക്ഷനും പിന്നെ ഈ പ്ലാൻ കളക്ഷനും സമയവും ഒന്നും കിട്ടുന്നില്ല. ജോലിയുടെ കാര്യമൊക്കെ ആയിപ്പോയത് കൊണ്ടും ക്ലിനിക്കിൽ പോകുന്നു, ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് സ്റ്റഡി വളരെ പിന്നിലാണ്. എന്നാലും ആ കാലയളവിൽ എടുത്തു വെച്ച കുറച്ച് പിക്ചറുകൾ ഇന്ന് ഇവിടെ കാണിക്കുകയാണ്. ചിറ്റമൃതിന്റെ പിക്ചറുകൾ നിങ്ങൾ കാണാം. നമുക്ക് നല്ല വളരെയേറെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കൃഷ്ണ ഇത് നോക്കും. കണ്ടോ, ഇത് ഏതൊരു ബോണാണ്. എനിക്കിപ്പോ കൈ വയ്യാതിരിക്കണം. എൻ്റെ ബോണിന്റെ അവസ്ഥ ഈ പോർഷനൊക്കെ ഭയങ്കര പെയിനിലിരിക്കുകയാണ്. എൻ്റെ ഹ്യൂമറസ് ഈ പിക്ചർ എന്നിട്ട് ഞാനിത് കാണിക്കാൻ പറഞ്ഞ കാര്യമാണ്. ചിറ്റമൃത് ടിനോസ്പോറ കണ്ടോ, ഇതൊരു സൊല്യൂബിൾ ആണ്. നല്ല ഗ്ലാസി ആയിട്ടിരിക്കും. സൊല്യൂബിള് ഗ്ലാസി ആയിട്ടുള്ള മൈക്രോസ്കോപ്പിക്കലായിട്ടുള്ള പിക്ചറാണ്. ഇത് 10 മാഗ്നിഫിക്കേഷനിൽ കിട്ടിയതാണ്. പക്ഷെ 10 മാഗ്നിഫിക്കേഷൻ സാധാരണ നമുക്ക് കാണാൻ കഴിയില്ല. ഒരു ലൈൻ പോലെ പോലും കാണില്ല. സ്ലൈഡിലെ ഒരു തെളിച്ചം പോലും കാണും ചിലതൊക്കെ. ഇപ്പം നമ്മുടെ പിച്ചി പോലുള്ള ഫ്ലവർ എടുത്ത്, ലീഫ് എടുത്ത്, പിച്ചി ഫ്ലവർ എടുത്ത് നന്നായിട്ട് ടിഞ്ചർ ഉണ്ടാക്കിയിട്ട് സ്ലൈഡിൽ വെച്ചിട്ട് നോക്കിക്കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഒരു 2 ദിവസം കൊണ്ട് തന്നെ വലിയ നീളം കൂടിയ കുറേ ക്രിസ്റ്റൽസ് ഇങ്ങനെ സ്ലൈഡിന് പുറമെ കുറച്ച് വരകൾ പോലെ കാണാൻ കഴിയും. നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയും. ഇതിപ്പോ സ്ലൈഡ് 10 മാഗ്നിഫിക്കേഷൻ കഴിഞ്ഞിട്ട് പിന്നെ മൊബൈലിൽ വെച്ചിട്ട് ഒരു നല്ല രീതിയിൽ മാഗ്നിഫൈ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. നല്ല ക്രിസ്റ്റലാണ്. പക്ഷെ നല്ല മാവ് പോലെ പുട്ടും പോലെയുള്ള എന്നാൽ ഗ്ലാസിയുമാണ്. നല്ല വലിയൊരു ക്രിസ്റ്റലാണ് ഇത്. അതിന്റെ വലിയൊരു ഇത്ര കൂടെ മാഗ്നിഫൈ ചെയ്ത ഒരു ഇതാണ്. ചിറ്റമൃത് ഇത് അത് തന്നെ ചിറ്റമൃതിന്റെ തന്നെ ചെറിയ ചെറിയ പീസസ് ഉണ്ടോ, ഉപ്പയൊക്കെ ആയിട്ടുള്ളത് കൊണ്ട്
പൊടിഞ്ഞു പോകുന്നതുകൊണ്ട് അത് ഒരു ഇത്തിരി മാവ് പോലെ അതിൻ്റെ പേര് നമ്മളിങ്ങനെ അരച്ചെടുത്താൽ വെളുത്തിരി ഒരു ഇഞ്ചിയുടെ ഭാഗം കണ്ടിട്ടുണ്ട്. ഇഞ്ചി ആ വെളുത്തിരിക്കുന്ന ഒരു ഭാഗം കിട്ടും. ഇഞ്ചി നമ്മൾ ഉരച്ച് കലക്കി വെച്ചിരുന്ന കപ്പിൽ അടിയിൽ ഒരു വെളുത്ത ഭാഗം വരുമല്ലോ, അത് അതിൻ്റെ ശരിക്കുള്ള ക്രിസ്റ്റൽസ് ആണ്. അത് ശരിക്കും നല്ല പ്രോട്ടീൻ, അത് ഇതുമായി ചേർന്നാണ്, അതായത് അതിൻ്റെ കാർബോഹൈഡ്രേറ്റുമായി ചേർന്ന ഒരു ഘടകമാണത്. സിഞ്ചിബറിൻ്റെ ഒരു ഭാഗം സിഞ്ചിബറിനും കൂടി ചേർന്നതാണ് അതിനകത്ത്. അത് അതിനെ അങ്ങനെയുള്ള അതിനാണ് ഒപ്പേക്കായിട്ടുള്ള പൗഡറി അല്ലെങ്കിൽ പൗഡറി ആയിട്ടുള്ള സാധനം എന്ന് പറയുന്നത്. അത് ഉണങ്ങി വരുമ്പോൾ കുറച്ച് ചിലതൊക്കെ ക്രിസ്റ്റൽസ് മാത്രം വേർതിരിയും, പിന്നെ പൗഡറായിട്ട് വരും. അപ്പൊ ഇത് അങ്ങനെയുള്ളതാണ് ഈ ഇതിന്റെ ഈ ചിറ്റമൃത്. ഈ ചെറിയ ചെറിയ ക്രിസ്റ്റൽസ് നേരത്തെ കാണിച്ചതുപോലെ തന്നെ അതിന്റെ ചെറുതാണ്. ഇതും അതുപോലെ ഇത് ഈ കിടക്കുന്ന ഒരു ക്രിസ്റ്റൽ കാണിക്കാനാണ് ഈ പിക്ചർ ഞാൻ എടുത്തത്. ഇതുണ്ടോ, 1, 2, 3, 4, 5, 6 ഇങ്ങനെ കിടക്കുന്നത്. ഇത് ബ്രയോണിയ പോലുള്ള പ്ലാന്റ്സിൽ ഇഷ്ടംപോലെ കാണാം. നമ്മുടെ ബ്രയോണിയ കുക്കുംബ്രേഷ്യ, കുക്കുർബിറ്റേഷ്യ ആ ഫാമിലിയിൽ വരുന്ന എല്ലാത്തിലും ഈ ക്രിസ്റ്റൽ കൃത്യമായിട്ട് കാണും. ഇത് പറയാൻ കഴിയുന്നത് ഇതുപോലുള്ള ക്രിസ്റ്റൽസ് ഒന്നിലല്ല പലതിലും പല രീതിയിലും ആണെങ്കിലും പലതും ഇത് കണ്ടോ ഇങ്ങനെ തന്നെ കാണും. ഇത് ആ മുളകിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു ചെറിഞ്ഞ കിടന്ന് പറഞ്ഞില്ലേ ക്രിസ്റ്റൽ, അതുപോലെ തോന്നാണ്. പക്ഷേ ഈ സ്വഭാവം വേറെയാണ്. ഇത് നല്ല ഗ്ലാസി അല്ല, കുറച്ച് വൈറ്റ്, നല്ല പൗഡറി മിൽക്കി ആയിട്ടുള്ള വൈറ്റ് ആണ്. ഈ സ്ലൈഡ് കാണുമ്പോൾ തന്നെ നമുക്ക് ഏറെക്കുറെ എല്ലാത്തിൻ്റെയും വ്യത്യാസം മനസ്സിലാവും. ഒരു സ്ലൈഡിന്റെ കളറ് ജനറലായിട്ട് അതുപോലെ മറ്റുള്ളത് അപൂർവമായിട്ട് കാണുന്നു. നിങ്ങൾക്ക് അത് നമുക്കിപ്പോൾ ഒരു ഇല എടുത്ത് ടിഞ്ചർ തയ്യാറാക്കി ആദ്യം നോക്കുമ്പോൾ തന്നെ അതിന്റെ കളറിന് നേരിയ വ്യതിയാനം പോലും ഇല്ലാതെ ഒന്നും കാണില്ല. ഒന്നിനെ പോലെ മറ്റൊന്ന് വരേയില്ല. അതാണ് അതിന്റെ പ്രത്യേകത. കാരണം എന്ന് വെച്ചാൽ ഇതല്ല പ്രധാനം, ക്രിസ്റ്റൽ അല്ല, മറിച്ച് ഈ ബാക്ക്ഗ്രൗണ്ടിൽ കിടക്കുന്ന ഈ വലിയ ഭാഗം അതെന്താണ്, അത് ആ പ്ലാന്റിന്റെ ലൈഫാണ്. അതാണ് പ്രധാനം. അതിനും പ്രാധാന്യമുണ്ട്. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ബൊട്ടനൈസേഷനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകങ്ങളാണ്. അത് അവസാനം വരെയും വീണ്ടും അല്പം മാത്രമെങ്കിലും ഒരുപോലെ പ്രവർത്തനതത്വം ഉൾക്കൊണ്ടും എന്നാൽ മാലിക്യൂൾസിന്റെ ലെവലിൽ അവ സ്ഥിരമായിട്ട് സംഘടിതമായിട്ട് അവസാനം വരെ ഓരോ പൊട്ടൻഷ്യയിലും കാര്യ ചെയ്ത് വീണ്ടും വീണ്ടും വരികയും അപ്പോൾ അത് തന്നെ ആയിരിക്കുകയും അത് നശിച്ചു പോകാതിരിക്കുകയും ഒക്കെ വേണ്ടി വരുന്ന ഒന്നാണ് നമ്മുടെ പൊട്ടനൈസേഷൻ എന്ന് നമുക്കറിയാം. അപ്പോൾ അത്തരത്തിലുള്ള വരുമ്പോൾ ഈ ഘടകങ്ങൾക്കെല്ലാം ഈ പൊതുവെയുള്ള ബാക്ക്ഗ്രൗണ്ടിനെല്ലാം വലിയ വിലയുണ്ട്. ഈ ക്രിസ്റ്റൽസ് അതുപോലെ തന്നെ ക്രിസ്റ്റൽസിനെ വളരെ കൂടുതലായിട്ട് നമ്മൾ വാല്യൂ ഉള്ളതാണ്. അത് തന്നെ സെയിം ക്രിസ്റ്റൽസ് അടുത്ത് കണ്ടില്ലേ, ഇതും അത് തന്നെ. ഇതെല്ലാം ചിറ്റമൃതിൻ്റെയാണ് കാണിക്കുന്നത്. ഇത് ഒരു വലിയ ക്രിസ്റ്റലാണ്. ഇതൊക്കെ ഈ ടാപ്പറിങ് ഈ പോയിന്റ് ആണ് ഞാൻ കാണിക്കാൻ വേണ്ടിയാണ്. ഇതുപോലുള്ള ക്രിസ്റ്റല് ഈ കത്തി കിടക്കുന്ന പറയുന്നുണ്ട്, വാള് കിടക്കുന്നവർ കത്തി കിടക്കുക എന്തൊക്കെ പോലെയാണ് തോന്നുന്നത്. ഇതേപോലുള്ള ക്രിസ്റ്റൽ ഇങ്ങനെ തന്നെയാണ് കാണുന്നത്. അത് വേറൊന്നിൽ കണ്ടത് ഇപ്പൊ സുളാനം നൈഗ്രം, അത് കുപ്പം സുളാനം നൈഗ്രം എന്ന് പറഞ്ഞാൽ മണിത്തക്കാളി അറിയാമല്ലോ. സുളാനം നൈഗ്രം ഉണ്ട് എവിടെങ്കിലും നമ്മുടെ നാട്ടിലെ ഒരു ചുവന്ന തരം കാ വരുന്നതുണ്ട്. അതല്ല, ഇത് സുളാനം നൈഗ്രം തന്നെ, കറുത്ത മണിയായിട്ടുള്ള തക്കാളി. അത് ഇടുക്കിയിൽ അതിനൊക്കെ വലിയ കൂടുതലായിട്ട് കാണാൻ കഴിയും. മണിത്തക്കാളി വളരെ നല്ല മരുന്നാണ്. അപ്പൊ അതിന്റെ ക്രിസ്റ്റൽസ് ഇതുപോലെ ഈ ചിറ്റമൃത് കണ്ടിട്ട് അല്ല, മണിത്തക്കാളി ആദ്യം ഞാൻ സ്റ്റഡി ചെയ്തിട്ട് ഈ ചിറ്റമൃത് സ്റ്റഡി ചെയ്തപ്പോഴാണ് ഇത്രയും വലിയ ക്രിസ്റ്റൽസ് എനിക്ക് കാണാൻ കഴിഞ്ഞത്. നല്ല ഒരുതരം ആൽക്കലൈൻ സ്വഭാവം ഉള്ളതാണ് ഈ ചവച്ച, അസിഡിറ്റി അല്ല. ഇതായിരിക്കാം ഈ ക്രിസ്റ്റൽസിന്റെ സ്വാധീനം. ഇത് ഒരു ഡ്രോപ്പിലാണെന്ന് നിങ്ങൾ ഓർക്കണം. വെറും ഒരു ഡ്രോപ്പിൽ നിന്നാണ് ഇത്രയും സെറ്റിലായി വരുന്നത്. ഇതും അത് തന്നെ ചിറ്റമൃതാണ്. ഇതും അത് തന്നെ ചിറ്റമൃത് തന്നെ. ഇത് അത് തന്നെ ചിറ്റമൃത്. ഈ ക്രിസ്റ്റൽ ക്യാപ്സിക്കം എന്ന് പറയുന്ന ഒന്ന് ഞാൻ കണ്ടം ഇപ്പോൾ രണ്ടാമതായിട്ട് നേരത്തെ പറഞ്ഞു. ആ ക്രിസ്റ്റലും ക്യാപ്സിക്കത്തിന്റെ ആ ക്രിസ്റ്റൽ പോലെ അതിനകത്തുണ്ട്. ക്യാപ്സിക്കത്തിലും ഈ ക്രിസ്റ്റൽ ഞാൻ കണ്ടിട്ടുണ്ട്, ഇതേപോലെ ഒരു ക്രിസ്റ്റൽ. ഇതിന്റെ സൈഡ് അല്പം ചെരിഞ്ഞ് ഇല്ലാതായി പോയെങ്കിലും എൻ്റെ പുസ്തകത്തിന്റെ ഫ്രണ്ടിൽ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. ഇത് തന്നെ ഹാർട്ട് കുറച്ചുകൂടെ നന്നായിട്ട് വരും. ഇത് ഒരു 3 ഡയമെൻഷണൽ ആയിട്ടുള്ള ഒരെണ്ണം ആയിട്ട് കിട്ടുകയാണെങ്കിൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഇങ്ങനെ കിടക്കുന്ന കാണാൻ ഒരു ഹാർട്ട് കൂടെ നീളത്തിലൊരു എന്തോ ഒരു ലൈറ്റോ എന്നൊക്കെ നമുക്ക് ഊഹിക്കാം. ഒരു ഹാർട്ടോ സൈഡൊക്കെ ഇങ്ങനെ കുറച്ചുകൂടെ ആയിട്ട് ഈ ആംഗിൾ എല്ലാം കുറച്ചുകൂടെ ഡയമെൻഷനലായിട്ട് കാണാൻ കഴിയും. ഇതിപ്പോ ഒരു 1 ഡയമെൻഷനേ ഉള്ളൂ, പേപ്പറിൽ വരച്ചതുപോലെയാണ് കിടക്കുന്നത്. അതിന് കാരണം വലതുമാകാം,
ഇപ്പൊ സൊല്യൂഷന്റെ തിക്നെസ് ഒരുപാട് ഘടകങ്ങളെ ക്രിസ്റ്റൽസിനെ ബാധിക്കുന്നുണ്ട്. ഒരു പ്ലാന്റിൽ ഒരു വസ്തു എങ്ങനെ സ്ഥിതി ചെയ്യുന്നു. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു ഒരു എൻസൈം ഇപ്പോ ഫോസ്ഫറസിനെ പുറത്തെടുക്കുന്നതിന് വേണ്ടി അബ്സോർബ് ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നതിന് വേരിലൂടെ ഒരു എൻസൈം പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഫോസ്ഫറസിനെ അതിന് അമിക്കബിൾ ആക്കി, അതായത് അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാക്കി അബ്സോർബ് ചെയ്യുന്നു പ്ലാന്റ്. വേറൊരു പ്ലാന്റ് ചുറ്റും നിൽക്കുന്ന ഇപ്പം നിങ്ങൾ ബെറിബെറിസിൻ എന്ന് നമ്മൾ ബെറിബെറിസ് വായിച്ചിട്ടുണ്ട്. ബെറിബെറിസ് സക്കിഫോളിയം, ബെറിബെറിസ് വൾഗാരിസ്. ഈ പ്ലാന്റിന് ഒരു പ്രത്യേക സ്വഭാവം ഉള്ളത് എന്താണെന്നറിയും? അതിന് ചുറ്റും നിൽക്കുന്ന പ്ലാന്റ്സിനെ അത് വളരാൻ അനുവദിക്കുന്നില്ല. എങ്ങനെയാണ് അത് അനുവദിക്കാത്തത്? അതിന്റെ വേരിലൂടെ മറ്റ് ചില ഘടകങ്ങൾ, അതിനും എല്ലാ ഘടകങ്ങളും അല്ല, അതിൻ്റെതായിട്ടുള്ള ഘടകങ്ങൾ വേരിന് ചുറ്റും. അപ്പോൾ ബെറിബെറിസിനെ എങ്ങനെ പഠിക്കാം? ഞാൻ ബെറിബെറിസ് എൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഞാനിപ്പോൾ ഒരു പ്ലാന്റിന്റെ ഒരു സൊല്യൂഷൻ, പ്ലാന്റ് ഡിവിനേഷൻ സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ട് അത് പാറ്റന്റിന് അപേക്ഷിച്ചിരിക്കുകയാണ്. അപ്പൊ ഞാനത്, എനിക്ക് പാറ്റന്റ് ഒന്നും കിട്ടാൻ പോകുന്നില്ല. ഇന്ത്യയിലെ ഇത്തരത്തിലുള്ള ഘടകങ്ങളൊന്നും പാറ്റന്റ് കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ജനറൽ ആയിട്ടുള്ള ഒന്ന്. എന്നാൽ എൻ്റെ പേപ്പർ പ്രസന്റേഷന് അവരടുത്ത് പേപ്പർ പബ്ലിഷ് ചെയ്യുന്നത് തന്നെ വളരെ അപൂർവമായിട്ടേ പബ്ലിഷ് ചെയ്യുള്ളൂ. പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഒരു 9 മരുന്നാണ്. അതിൽ ഒന്ന് ബെറിബെറിസ് ആണ്. അതിന് കാരണം തന്നെ ഈ ബെറിബെറിസിന്റെ ഈ സ്വഭാവമാണെന്ന് ഞാൻ പിന്നീടാണ് വായിച്ചറിഞ്ഞത്. എനിക്ക് ഇത് പ്ലാന്റിൽ നിന്ന് ഞാൻ റിസർച്ച് വഴി വേറൊരു സ്വഭാവം കിട്ടി എനിക്ക്. അതിന് കാരണം ഒടുവിലാണ് ഈ ബെറിബെറിസ് എന്ന് പറയുന്നത് എന്ന പ്ലാന്റിന് ഇങ്ങനെ ഒരു സ്വഭാവമാണ്. അതിന് ഒരു ലീക്കേജ്, റൂട്ട് വഴി ലീക്കിങ് ചെയ്തിട്ട് ചുറ്റുമുള്ള മണ്ണിനെ അതൊരു പ്രത്യേക രീതിയിലാക്കും. ഇത് എങ്ങനെ കണ്ടു എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ലത്തീഫ് സാർ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ലത്തീഫ് സാറിനോട് പറഞ്ഞതാണ്. അദ്ദേഹത്തിന് ഇപ്പോൾ അത് പുതിയ എന്തെങ്കിലും കാണാൻ കഴിയും, അല്ലെങ്കിൽ അത് കണ്ട ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് അറിയാൻ കഴിയുന്നത് കൊണ്ട് ഞാൻ വീണ്ടും പറയാം. അദ്ദേഹത്തിന്റെ മരുന്ന് ഉപയോഗിച്ചതിന് ശേഷം ഞാൻ ആ മണ്ണിൽ നിന്നും കണ്ട, അതിന് അടുത്ത് നിന്ന് എൻ്റെ ഒരു പെപ്പറോമിയ പ്ലാന്റിൽ കണ്ട ഒരു ചേഞ്ചസ് അന്ന് ഞാൻ അദ്ദേഹത്തിന് അയച്ചു കൊടുത്തിരുന്നു. അപ്പൊ അത് മണ്ണിനെ മാറ്റം വരുത്തുന്നു എന്നാണ്. പക്ഷെ അന്ന് ഞാൻ ഇതിനെ ഒരു വലിയ വണ്ടറായിട്ട് കണ്ടു. പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ഇതൊരു സാധാരണ സംഭവമാണ്. പ്ലാന്റ്സ് സാധാരണ ഇത്തരത്തിലുള്ള പല പ്രക്രിയകളും കാണിക്കുന്നുണ്ട്. അവ ജീവിക്കുന്നത് നമുക്ക് തോന്നുന്നത് ഒരു പ്ലാന്റാണ്. 400 വർഷം, 4500 വർഷം പഴക്കമുള്ള പ്ലാന്റ്സ് ഇന്ന് ഭൂമിയിലുണ്ട്. അവയെല്ലാം ഒരേ സ്ഥാനത്ത് നിൽക്കുന്നു. ജീവജാലങ്ങൾ എത്രയോ ദൂരം, എന്തുമാത്രം സ്വാതന്ത്ര്യത്തോടു കൂടിയാണ് ജീവനെ കൊണ്ട് നടക്കുന്നത്. പക്ഷെ പ്ലാന്റ്, സസ്യം ഒരു സ്ഥാനത്ത് മാത്രം അതിന്റെ ലൈഫ് സ്പാൻ, ജീവിതകാലം മുഴുവൻ ഒരിടത്ത് നിന്നുകൊണ്ട് അത് അറിയുന്നു, കാണുന്നു, കേൾക്കുന്നു, പ്രത്യുൽപാദനം നടത്തുന്നു, സന്തോഷിക്കുന്നു, മറ്റു സഹജീവികളോട് സഹകരിക്കുന്നു. ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും ഉള്ള എല്ലാ അനുഭവങ്ങളും ഈ സസ്യങ്ങൾ ചെയ്യുന്നുണ്ട്. അവ എങ്ങനെ ചെയ്യുന്നു? അവയ്ക്ക് സംവേദനമുണ്ട്. അവയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും അവയുടെ നെർവസ് സിസ്റ്റത്തിനും ഒക്കെ വളരെ കൂടുതലായിട്ടുള്ള വളർച്ചയുണ്ട്. അവയെല്ലാം അനുഭവത്തിന്റെ മറ്റൊരു തലത്തിലാണ്, നമുക്ക് അറിയാൻ കഴിയുന്നില്ല. നമുക്ക് കാണാൻ കഴിയാത്ത എന്തെല്ലാം ജീവജാലങ്ങളാണ്, എന്തെല്ലാം കാര്യങ്ങൾ ഈ പ്രപഞ്ചത്തിൽ നമുക്ക് ചുറ്റുമുണ്ട്. എത്രയോ വെളിച്ചം, എത്രയോ പ്രകാശമാണ് ഉള്ളത്. നമ്മൾ ആകെ കൂടി ആ വിബ്ജിയോർ എന്ന് പറയുന്ന ഒരു ചെറിയ ഇടുങ്ങിയ ഭാഗം മാത്രം അനുഭവിച്ച് ജീവിച്ച് തീർക്കുന്ന മനുഷ്യരായി മാറി. അതേപോലെ മറ്റു ജീവജാലങ്ങളെല്ലാം വേറെ എന്തെല്ലാം കാണുന്നു. അതുപോലെയാണ് സസ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പൂർണ്ണതയുള്ള ഒരു ജീവജാലം തന്നെയാണ്. അവയ്ക്ക് ഇത്തരത്തിലുള്ള പല ഗുണങ്ങളുമുണ്ട്. അവ ഇതുപോലുള്ള പദാർത്ഥങ്ങൾ ഉത്പാദിപ്പിക്കുന്ന അവയുടെ പ്രൊട്ടക്ഷനും അവയുടെ നിലനിൽപ്പിനും മറ്റുമൊക്കെയാണ്. പിന്നെ ക്യൂറബിലിറ്റി, വൈറ്റാലിറ്റിയുടെ കാര്യം പറഞ്ഞപ്പോൾ ക്യൂറബിലിറ്റി ഉണ്ടോ പ്ലാന്റ്സിന്? ഞാൻ അന്ന് ഒരു കാര്യം പറഞ്ഞല്ലോ, ഈ പ്ലാന്റ്സിന് വരുന്ന ഡിസീസ് എല്ലാം ആയിട്ട് ക്യൂർ ചെയ്യുന്നതിനും കൂടിയാണ് ഈ ഫ്ലേവനോയിഡ്സിനെയും റെസിനേഴ്സിനെയും മറ്റേ ഇവയുടെ ലാറ്റക്സ് പോലുള്ള സാധനങ്ങളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതെല്ലാം നമ്മൾ കവർന്നെടുത്ത് ഭൂമിയുടെ ഉള്ളിൽ ഇരിക്കുന്ന എല്ലാം തുറന്ന് ഓടാക്കിക്കൊണ്ടിരിക്കുന്നത് പോലെ നമ്മൾ വെള്ളത്തെ മാത്രം അകത്തേക്ക് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. കടലിൽ കുറച്ച് വെള്ളമുണ്ട്, ഭൂമിയിൽ കുറച്ച് വെള്ളമുണ്ട്. ഈ വെള്ളം ഭൂമിയുടെ അകത്തേക്ക് വീണുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഇടമില്ലാതെ ഈ ഭൂമിയെ, വെള്ളപ്പൊക്കവും അതുപോലുള്ള കാരണങ്ങൾ കൊണ്ട് ഭൂമി ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വലിയ നാശം അതുകൊണ്ടാണ് നമുക്ക് നഷ്ടം വരുന്നത്. വെള്ളപ്പൊക്കവും വെള്ളത്തിനും കൊണ്ടുള്ള നാശം ഉണ്ടാകുന്നത് ഈ ഭൂമിയുടെ ഖരപദാർത്ഥങ്ങളെ അല്ലെങ്കിൽ അതിന്റെ പിണ്ടത്തിനെ നാം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഈ പ്ലാന്റ്സിനെ അതാണ് പ്ലാന്റ്സിനെ അതുപോലെ തന്നെ ഈ ജീവജാലങ്ങളുടെ പോലെ തന്നെ സംവേദനവും കാര്യങ്ങളും ഒക്കെ ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. ഇനി അപ്പൊ ഇത്രയും തീർന്നു. ഇത് തീർന്നു. ഈ നമ്മുടെ ടിനോസ്പോറ, ഇത് പംകിനാണ്. പംകിൻ എന്ന് പറഞ്ഞാൽ അറിയാലോ എന്താണ്? ഇത് ഈ പീയണിക്ക അതുപോലുള്ള വാട്ടറി ആയിട്ടുള്ള പ്ലാന്റ്സിന്റെ ഇത് എടുക്കാൻ പാടാണ് ക്രിസ്റ്റൽസ്. എന്നാലും എല്ലാ എലിമെന്റ്സ്, ഫ്രൂട്ട്സിനും പച്ചക്കറികൾക്കും ഈ തൊലിയോട് ചേർന്നിരിക്കുന്ന ഭാഗത്താണ് അവയുടെ എലിമെന്റ്സിന്റെ അളവ് കൂടുതൽ. അല്ല എല്ലായിടത്തും കാണില്ല. ഇപ്പോൾ ഓരോ തൊലി, തൊക്ക്, അതിന്റെ തൊലി ഉണ്ടല്ലോ, ആ തൊലി കുറച്ച് നീക്കിയിട്ട് അതിന് അടിവശത്തുള്ള ഒരു ചെറിയ നേരിയ
പാടം എല്ലാ പച്ചക്കറികൾക്കും കാണും, വിത്തിനും കാണും, ഫ്രൂട്ട്സിനെല്ലാം കാണും. ആ ഭാഗത്താണ് യഥാർത്ഥത്തിൽ ഇതിനു വേണ്ടിയുള്ള എല്ലാ ഘടകങ്ങളും സംക്ഷിപ്തമായിട്ടിരിക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഫ്രൂട്ട് ആണെങ്കിലും ഫ്ലോയം, സൈലം എന്ന രണ്ട് ഭാഗമുണ്ടല്ലോ. ഈ ഫ്ലോയത്തിലൂടെയാണ് ഇതിന്റെ സർക്കുലേഷൻ നടക്കുന്നത്. തൈലത്തിലൂടെ അബ്സോർപ്ഷൻ മുകളിൽ വരെ റൂട്ട് പമ്പ് ഏറ്റവും വരെ അബ്സോർബ് ചെയ്ത് വലിച്ചെടുത്ത് പോയിക്കൊണ്ടിരിക്കും. പക്ഷെ ഡിസ്പ്ലേ എന്ന് പറയുന്നത് അങ്ങേയറ്റത്തെ റൂട്ടിന്റെ അറ്റം വരെ ഈ ലീഫ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫുഡും വലിച്ചെടുത്ത് മുകളിലെത്തിയിട്ട് ഫോട്ടോസിന്തസിസ് വഴി ഉണ്ടാക്കിയിരിക്കുന്ന ഇത്തരത്തിലുള്ള എലിമെന്റ്സും ഈ റെസിനും ഈ എൻസൈംസും ഈ ഹോർമോൺസും ഒക്കെ റൂട്ട് ക്യാപ്പ് വരെ പോകേണ്ടി വരുന്നു. റൂട്ട് ക്യാപ്പ് വരെ എത്തുന്നുണ്ട്. ആ റൂട്ട് ക്യാപ്പ് വരെ സപ്ലൈ ചെയ്യുന്നതിന് ഏറ്റവും പുറമേയുള്ള ആ ഫ്ലോ എന്ന് പറയുന്ന ഒരു ചെറിയ പോർഷൻ പുതിയ റൂട്ടിനും ഉണ്ട്. അപ്പൊ അതാണ് കാമ്പിയത്തിന്റെ എന്ന് പറയുന്ന കറക്റ്റ് ആയിട്ടുള്ള നടുക്കുള്ള കട്ടിയായ ഭാഗം പിന്നെ ആയി വരുന്നതാണ്. അപ്പൊ ഖരം ആയിട്ടുള്ള ഭാഗത്തിന്റെ സൈഡിലുള്ള ആ സൈലം എന്ന് പറയുന്ന ഭാഗത്തിലൂടെയാണ് ഈ അബ്സോർപ്ഷൻ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ താഴോട്ട് എല്ലാം ഡിസ്പ്ലേ വരണമെന്നുണ്ടെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ട്രാൻസ്ലൊക്കേഷൻ എന്ന് പറയുന്നതാണ്. ആ വാക്കാണ് ശരിക്കും. ഈ ട്രാൻസ്ലൊക്കേഷന് വേണ്ടിയൊക്കെയാണ് ഈ മാഗ്നീഷ്യം, മാംഗനീസ്, കോപ്പറൊക്കെ ഉപയോഗിക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം. കെമിസ്ട്രി തന്നെയാണ്. പക്ഷേ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയിൽ വരുമ്പോൾ, ലൈഫിൽ വരുമ്പോൾ അത് ബയോ ഫിസിക്സ്, ബയോ കെമിസ്ട്രി ഇങ്ങനെ മാറി വരികയാണ്. അവയിലെ മോളിക്യൂൾസിന്റെ എണ്ണത്തിലാണ് വ്യത്യാസം വരുന്നത്. മറ്റ് മോളിക്യൂൾസിന്റെ ഘടനയിലും അവ കൂടുതൽ മോളിക്യൂൾസായിട്ട് ചേരുന്നതിലാണ് വ്യത്യാസം വരുന്നത്. മോളിക്യൂൾസ് എന്ന് പറയുന്നതിന് നാം മനസ്സിലാക്കി, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ വെറും ഒരു പ്രോട്ടോണും ഒരു ഇലക്ട്രോണും ചേർന്നതാണ്. അപ്പൊ ഒരു പ്രോട്ടോൺ ഇലക്ട്രോണും മാറ്റി വെച്ചിട്ട് ഗോൾഡിന്റെ ഒരു ഇലക്ട്രോൺ എടുത്ത് മാറ്റിയാലും ഹൈഡ്രജന്റെ ഒരു ഇലക്ട്രോൺ എടുത്ത് മാറ്റിയാലും പ്രസന്റ് സിറ്റുവേഷനിൽ രണ്ടും ഒന്നെന്നാണ് പറയുന്നത്. അതിന് വെയിറ്റ് ഉണ്ട്, മാഗ്നറ്റിക് എഫക്റ്റ് എല്ലാം ഒന്ന് തന്നെയാണ്, അതിന്റെ എനർജി ചാർജ് എല്ലാം ഒന്നെന്നാണ് പറയുന്നത്. അങ്ങനെ മാത്രമേ നമുക്ക് അളക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. പക്ഷെ അതിന്റെ ആ അന്ധത്വം നമുക്ക് മനസ്സിലാക്കാൻ കുറെ കൂടി കാലങ്ങൾ വേണ്ടി, ബയോളജിക്കലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അത് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അതുകൊണ്ടാണ് ബയോ സയൻസും ഇത്തരത്തിലുള്ള കൂടുതൽ മോളിക്യൂൾസിനെ കോപ്റ്റ് ചെയ്യാൻ കഴിയുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം. അല്ലെങ്കിൽ ഒന്നാണെങ്കിൽ പലതും കൂടി ചേർന്ന് പല വേലയിൽ ചെയ്ത് ഏതെങ്കിലും ആയി പോകില്ല. പക്ഷെ ഒന്നൊന്നായി തന്നെ നിൽക്കുന്നു. അവയ്ക്ക് ഓരോരോ സ്വഭാവവിശേഷമുണ്ട്. എല്ലാം ഇപ്പം മോളിക്യൂൾസ് ആണോ? സാധാരണ എലിമെന്റ്സിന്റെ മോളിക്യൂൾസ് പോലെ അല്ല ബയോമോളിക്യൂൾസിന് എല്ലാത്തിനും ചിന്താഗതി ഉള്ളതുപോലെയാണ് കാണുന്നത്. അവയ്ക്ക് പ്രത്യേകമായിട്ടുള്ള പ്ലാൻ ഉണ്ട്. ഓരോ പ്രോട്ടീൻ ഇന്നയിടത്ത് മാത്രമേ വരുള്ളൂ. ഇപ്പൊ റൈബോസോമൽ RNA എന്ന് പറയുന്നത് RRNA, tRNA, mRNA, ഇങ്ങനെ കുറെ മെസഞ്ചർ RNA എന്ന് പറയുന്നത് mRNA, tRNA ട്രാൻസ്ഫർ RNA, RRNA സാധാരണ RNA. മെസഞ്ചർ RNA മെസ്സേജ് കൊടുക്കുന്നേ ഉള്ളൂ. അത് എന്നിട്ട് tRNA ട്രാൻസ്ഫർ ചെയ്യുന്നേ ഉള്ളൂ ആ RNA. കാരണം ആ RNA മോളിക്യൂൾസ് ആണ് പ്രോട്ടീനെ കൊണ്ടു ചെന്നിട്ട് ഇങ്ങനെ നെയ്ത് ചേർത്ത് പ്രോട്ടീനിന്റെ വലിയ ഒരു സ്ട്രക്ചർ ഉണ്ടാകുന്നത്. അതായത് DNA ഒരു സ്ട്രക്ചർ ആകുന്നത്, RNA DNA ആയിട്ട് മാറുന്നത് പിന്നീട്. അപ്പോൾ പ്രോട്ടീൻ സിന്തസിസ് എന്ന് പറയുന്ന ഇത്തരത്തിലുള്ള ചെറിയ ഒരു കണ്ണി ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു പരിപാടിയാണ്. അപ്പൊ ആ ഒരു പ്രോട്ടീനിന്റെ മോളിക്കുലറിന്റെ എക്സ്റ്റൻഷൻ നമ്മളൊന്ന് വലിച്ചു നോക്കിക്കഴിഞ്ഞാൽ എത്ര കോംപ്ലക്സ് ആയിട്ടുള്ള എലിമെന്റ്സ് ആണ്. പക്ഷെ അതിൽ നൈട്രജൻ ഉണ്ട്, ഫോസ്ഫറസ് ഉണ്ട്, കാൽഷ്യം ഉണ്ട്, അല്ലെ, ഫോസ്ഫറസ് ഉണ്ട്, നൈട്രജൻ ഉണ്ട്. ബാക്കി കോമ്പൗണ്ട്സ് കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ തന്നെ, വാട്ടറിന്റെ പോർഷൻ തന്നെ. അധികമായിട്ടൊന്നും വ്യത്യാസമൊന്നും അധികമൊന്നും കാണില്ല. വ്യത്യസ്തമായിട്ട് ഉള്ളത് ഈ നൈട്രജനും ഫോസ്ഫറസും അതിലുണ്ടെന്നേ ഉള്ളൂ. ഈ പ്രോട്ടീനിന്റെ പോർഷനിൽ സൾഫർ ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള എലിമെന്റലായിട്ടുള്ള ആ ലെവലിൽ മാത്രം ഇരിക്കുമ്പോൾ ആ വസ്തുക്കൾക്ക് പ്രപഞ്ചികമായിട്ടുള്ള എനർജിയുടെ സവിശേഷ സ്വഭാവം മാത്രം പ്രകടമാക്കി അവയുടെ എക്സ്റ്റൻഷൻ എനർജി എന്ന് പറയുന്നത് അങ്ങനെയുള്ളത് മാത്രമാണ്. അപ്പൊ ലൈഫിൽ ഡിസീസ് എന്ന് പറയുന്നത് നമ്മൾ ഒട്ടും ഒഴിഞ്ഞു കഴിയുമ്പോൾ ഒരു വിരൽ തട്ടി മുറിഞ്ഞു, അവിടെ ഇൻഫ്ലെയിം ആയി. ഇപ്പൊ ബോണിലെ ഒരു പോർഷൻ റൊട്ടേഷൻ കപ്പ് ഇൻഫ്ലക്ഷൻ എന്ന് പറഞ്ഞ അവസ്ഥയിലിരിക്കുകയാണ് ഞാൻ. അവിടെ എന്താ സംഭവിച്ചത്? ഒരു വലിയ ഇഞ്ചുറിയാണ് ഉണ്ടായത്. ഡിസീസാണ്. അതാണ് ഇപ്പൊ ലൂക്കീമിയ ഒരു ഡിസീസാണ്, ലൂക്കോറിയ ഒരു ഡിസീസാണ്. ഇതെല്ലാം ഡിസീസാണ് നാം പറയുമ്പോൾ. ഇതെല്ലാം ഡിസീസാണ്. ഈ ഡിസീസിന്റെ സ്റ്റേജിലാണ് നാം പറയുന്ന ഡൈനാമിക് മെഡിസിന്റെ ഡൈനാമിക് ആപ്ലിക്കേഷൻ നടപ്പിലായി വരുന്നത്. അവിടെയും നമ്മൾ ഈ തരത്തിലുള്ള കാര്യങ്ങളുമായി കോറിലേറ്റ് ചെയ്ത് ചിന്തിക്കാൻ വളരെ ഈസിയാണ്. ആരും വിചാരിക്കുന്ന ഒരു വലിയൊരു വാന കിടക്കാത്ത കാര്യമൊന്നുമല്ല, ചെറിയ കാര്യമാണ്. സാധിക്കുന്നത് ഈ ലെവലിൽ പോയി കഴിഞ്ഞാൽ രണ്ടും കോറിലേറ്റ് ചെയ്യാൻ തീർച്ചയായിട്ടും കഴിയും. ഇത് തന്നെയാണ് ഈ ഓർഗനോണിൽ കൂടുതലായിട്ട് വായിക്കുമ്പോൾ ചെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്ന അനുമാനപ്പെട്ട തിയറികളിലും സോറയിലും ഒക്കെ പറയുന്നത് ഇത്തരത്തിലുള്ള മൈക്രോ ആയിട്ടുള്ള കോറിലേഷൻ പരസ്പരം കമ്പയർ ചെയ്ത് മാത്രം കാണാൻ വേണ്ടിയുള്ള ഒരു പരിപാടിയാണ്.
ഇനി ഇപ്പൊ പംകിൻ ഇത്രയും പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ വാട്ടറിയാണ്. അപ്പൊ ഈ ക്രിസ്ത്യൻസിനെ സ്റ്റഡി ചെയ്യുന്നതിന് ഈസി അല്ല. എന്നാലും ഈ ക്രിസ്ത്യൻ ഇതൊരു നീളത്തിൽ കിടക്കുന്നില്ലേ റോഡ് പോലെ ഇതൊരു ക്രിസ്റ്റലാണ്. ഒരെണ്ണം ഇങ്ങനെ നീണ്ടു വന്ന ഇതൊരു ഗ്ലാസി ആയിട്ടുള്ള ഒരെണ്ണമാണ്. ഈ നടുക്ക് കിടക്കുന്ന 2-3 ചെരിഞ്ഞവരുണ്ട്. ഇതെല്ലാം ക്രിസ്റ്റലാണ്. ഇനി അടുത്ത പംകിൻ തന്നെ വേറൊരു പിക്ചറാണ്. ഇനി ഫിൻലാൻഡസ് 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 നിങ്ങൾക്ക് അറിയാം, കീഴാനെല്ലി. നമ്മൾ സാധാരണ കീഴാനെല്ലി. ഈ കീഴാനെല്ലിയുടെ ഒരു പ്രത്യേകത, ഈ ക്രിസ്റ്റല് കീഴാനെല്ലിയിൽ മാത്രം ഞാൻ കണ്ട നല്ലൊരു ക്രിസ്റ്റലാണ്. കണ്ടോ, ഒരു ഷേപ്പത്ത് കിടക്കുമെങ്കിലും ഇവിടെ പൊങ്ങി നല്ല മുഖം. അതിന്റെ ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ. ഇത് ഇത്രയും കൂടെ ഉണ്ട്, കണ്ടോ, ഇങ്ങനെയാണ്. ഇത് നമ്മുടെ ഈ വെളുത്തുള്ളിയിൽ വേറൊരു ടൈപ്പ് കിടപ്പുണ്ട്. നെക്സോമിക്കയിലും വേറൊരു രീതിയിൽ ഇത്തരത്തിലുള്ള സാറ്റലൈറ്റ് പോലെ ഒരു ക്രിസ്റ്റൽ കിടപ്പുണ്ട്, ആട്രിഫുട്ട ഗ്ലാസ് സാറ്റലൈറ്റ് പോലെ. പക്ഷെ ഇത് നല്ല ഗ്ലാസി ആയിട്ടും ഇതുപോലെ തന്നെ കാണും. മറ്റേത് ഗ്ലാസി അല്ല. ഇത് തന്നെ ഈ കീഴാനെല്ലി എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ക്രിസ്റ്റല് കീഴാനെല്ലിക്ക് നിർബന്ധമായിട്ടും കാണും. ഇങ്ങനെ ചില ക്രിസ്റ്റൽസ് നിർബന്ധമായിട്ടും ആ പ്ലാന്റിന് ഐഡന്റിഫിക്കേഷൻ സഹായിക്കും. ഇത് ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് പിന്നെയും കണ്ടതുകൊണ്ട് എടുത്ത് പറഞ്ഞതാണ്. കീഴാനെല്ലി അടുത്ത കാലത്ത് കണ്ടത്, ആദ്യം എൻ്റെ പുസ്തകത്തിലുണ്ടത്. ഇപ്പൊ സിഡ എന്ന് പറഞ്ഞാല്, സിഡ റിറ്റൂസ എന്ന് പറയുന്നത് നമ്മുടെ കുറുന്തോട്ടി. ഈ കാണുന്ന വലിയ ക്രിസ്റ്റൽ കാണാൻ വേണ്ടിയാണ്. അതായത് ഈ കണ്ടോ, ഇത് ക്രിസ്റ്റൽ അല്ല, ഇത് പറയാൻ വേണ്ടിയാണ് ഞാൻ ഇത് എടുത്തത്. ഇത് 2-3 കാര്യങ്ങൾ, ഒരുപാട് പ്ലാന്റ്സിന് നമുക്ക് ഇങ്ങനെ ഒരു കാര്യം കാണാൻ കഴിഞ്ഞു. അതായത് കാലിക്സ് ഉള്ള പ്ലാന്റ്സ് ഏതൊക്കെയാണ്? കാലിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്രൂട്ടിന്റെ ആ താങ്ങി നിർത്തിയിരിക്കുന്ന ഭാഗത്തുനിന്ന് കുറച്ച് കത്രികയുടെ മോഡലിൽ കാണുന്ന സ്റ്റാർ പോലുള്ള ഭാഗം കളക്ഷൻ അതാണ് കാലിക്സ് എന്ന് പറയുന്നത്. മുളകിലുണ്ട്, കാപ്സിക്കത്തില്, ഇങ്ങനെ ഈ സുളാനം ഫാമിലിയിലുള്ള എല്ലാ പ്ലാന്റും. തക്കാളി സുളാനമാണ്, മറ്റേ ഉരുളക്കിഴങ്ങ് സുളാനാണെങ്കിലും അതിൽ കാണാൻ കഴിയില്ല. ഈ ഇതാണ് അതിന്റെ ഫ്ലവറിനാണ് സുളാനം. അതുപോലെ തക്കാളിയിലുണ്ട്, മുളകിലുണ്ട്, ക്യാപ്സിക്കം എല്ലാ ഐറ്റത്തിലും ഉണ്ട്. ആനും ചെറുതും എല്ലാം വലുതും എല്ലാത്തിലും ഉണ്ട്. അതുപോലെ ഈ സിഡയിലും എനിക്കിത് കാണാൻ കഴിയും. അതെന്തുകൊണ്ടാണെന്നാണ് ഞാൻ ആലോചിച്ചത്. അതായത് ഈ കിടക്കുന്ന എല്ലാം ഓരോ പോർഷനാണ്. ഹെയറി ആയിട്ടുള്ള എന്നാൽ മൈക്രോസ്കോപ്പിക്കലായിട്ടുള്ള ഒരു പോർഷൻ, അതിന്റെ പുറമേ ഉള്ള രോമാവൃതമായിട്ടുള്ള ഇലകൾ കണ്ടിട്ടില്ലേ, തണ്ട്, അതിലെ ആ ഭാഗമാണിത്. പക്ഷെ ഇവ എത്ര എണ്ണം ഉണ്ട് കൃത്യമായിട്ട് എണ്ണി നോക്കും, കറക്റ്റ് ആയിരിക്കും ആ എണ്ണം. 1 2 3 4 5 6 7 8. ഈ 8 അല്ലെങ്കിൽ 9, ചിലപ്പോൾ 9, അപൂർവമായിട്ട് 10 കാണില്ല, 12 ഒന്നും കാണില്ല. നിങ്ങൾ നോക്കിയാൽ 8 ക്രമാഗതമായിട്ട് 8 എണ്ണം ഇങ്ങനെ വന്ന് ചേർന്ന് ഇങ്ങനെ ഒരു സ്റ്റാർ പോലെ കിടക്കും. കത്രികയുടെ ലീഫ് എടുത്ത് പരിശോധിച്ച് നോക്കും. ഇതൊക്കെ ഞാൻ ഇന്ന് ആദ്യമായിട്ടാണ് പറയുന്നത്. എൻ്റെ പുസ്തകത്തിലൊക്കെ മാത്രം പബ്ലിഷ് ചെയ്യാന്ന് പറഞ്ഞിരുന്നതാണ്. എന്നത് കാര്യമില്ല. അതിനേക്കാളും വലിയ കാര്യങ്ങൾ എനിക്കിപ്പോൾ ഉണ്ട്. ഞാൻ അത് വെച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഇത് എനിക്ക് നിങ്ങൾക്ക് കാണാം. ഈ കത്രികയുടെ ആ ഒരു സ്റ്റാർ പോലുള്ള ഭാഷ മാത്രം ടെസ്റ്റ് ചെയ്താലേ കാണും. കത്രിക പരിശോധിച്ചാൽ കിട്ടില്ല. കത്രികയുടെ ലീഫ് പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. കത്രികയുടെ എടുത്തിട്ട് ഞാൻ കത്രിക എടുത്തിട്ട് അതിന്റെ കത്രിക ബ്രിഞ്ചർ അതിന്റെ അടിയിലാണല്ലോ കൂടുതൽ കാണുന്നത്. അവിടെ തൊലിയുടെ ഭാഗത്ത് കുറച്ച് എടുത്തിട്ട് അതിനെ സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്ത് മൈക്രോസ്കോപ്പിൽ സ്റ്റഡി ചെയ്തത് എൻ്റെ പുസ്തകത്തിലൊക്കെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിലെല്ലാം പറഞ്ഞു. പക്ഷെ ഇത് കാലിക്സ് എന്ന് പറയുന്ന ഭാഗം മാത്രമേ വരുന്നുള്ളൂ. ഇത് എന്താണ് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എൻ്റെ ആദ്യത്തെ പുസ്തകം മൈക്രോ എലിമെന്റ്സ്, അതായത് മനുഷ്യ ശരീരത്തിലെ മൂലകം എന്ന് പറയുന്നതിന് പുറമെ ഞാൻ ഈ കത്രികയുടെ ഈ വലിയ ഒരു ക്രിസ്റ്റൽ ഇങ്ങനെ വരച്ചു വെച്ചിരുന്നു. എന്നിട്ട് അത് കാണുന്നവർക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് ആ ചിത്രം അതിൽ കൊടുത്തത്. ആരും എന്നോട് ഇതുവരെ ആരും ചോദിച്ചില്ല ഇതുവരെ. ഞാൻ വിചാരിച്ചത് ഇത് ക്രിസ്റ്റലാണോ ഡോക്ടർ എന്തെങ്കിലും ആരെങ്കിലും ചോദിക്കുമെന്ന് വിചാരിച്ചു. ഇത് ക്രിസ്റ്റൽ അല്ല യഥാർത്ഥത്തില്. പക്ഷെ ഇതിന്റെ ഈ ഓറിയന്റേഷൻ കാണിക്കാൻ വേണ്ടിയാണ്. ഇത് 8 എണ്ണം കറക്റ്റായിട്ട് ഇങ്ങനെ ചേർന്ന് ഈ സ്റ്റാർ പോലെ അതിനകത്ത് രൂപപ്പെട്ടു വരുള്ളൂ. സൊല്യൂഷനിൽ ഇതിന്റെ കഴിവാണ്, ഇതിന്റെ ഒരു പ്രത്യേകതയാണ്. അപ്പൊ നമ്മൾ ആദ്യം പഠിക്കേണ്ടത് ഈ ഹോമിയോപ്പതിയുടെ സൊല്യൂഷൻസിന്റെ സ്വഭാവമാണ്. നമ്മളെല്ലാം ഫാർമസിയിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്രധാന കാര്യമാണ് സൊല്യൂഷൻസ് എന്ത്, പിന്നെ സോളിഡ്സ് എന്താണ് സൊല്യൂബിലിറ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഇനി അടുത്തത്, ഇതൊരു എക്സ്പെരിമെന്റ് വൈതരണിയിൽ ഇങ്ങനെ മാറി മാറി പോയതിൽപ്പെട്ട ഒന്നാണ് പെപ്രോമിയ. ഇത് പെപ്രോമിയ എന്നാണ്, പെപ്റ്റമിയ എന്നാണ് എഴുതിയത്. പെപ്രോമിയ മിനറൽ ഇൻ, അതായത്
കുറച്ച് മിനറൽ ഫെർട്ടിലൈസർ ഇട്ടിട്ട് അതിനെ വെള്ളത്തിൽ ചേർത്തിട്ട് അതൊരു പ്ലാന്റ് പെപ്പറോമിയ പ്ലാന്റ് വെച്ചിട്ട് അതിൽ നിന്ന് എടുത്ത് കണ്ട ചെറിയ ക്രിസ്റ്റൽസിന്റെ ചേഞ്ചസ് കാണാൻ വേണ്ടി സ്റ്റഡി ചെയ്താണ് കേട്ടോ. ഇതെല്ലാം മിനറൽ സാൾട്ടിൽ നിന്ന് അബ്സോർബ് ചെയ്ത് കിട്ടിയ ക്രിസ്റ്റൽസ് ആണ്. അതാണ് പെപ്പറോമിയ മിനറൽ. ഇത് നേരത്തെ പറഞ്ഞതുപോലെ എന്തെങ്കിലും കിട്ടുന്നുണ്ടോ, ഈ പ്ലാന്റിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി നടത്തിയ പരീക്ഷണത്തിന്റെ ഒന്നാണ്. ഇവിടെ കഴിഞ്ഞു പെപ്പറോമിയ. അടുത്തത് ഇതും അതുപോലെ തന്നെ പെപ്പറോമിയ മിനറൽ ഇൻ ഈ ക്രിസ്റ്റലിൽ കുറച്ചുകൂടെ നമുക്ക് വ്യക്തമായിട്ട് കാണാം. കണ്ടോ, ഇത് സാധാരണ ഈ പെപ്പറോമിയ പ്ലാന്റിൽ കാണുന്നത് വേറെ രീതിയിലാണ്. പക്ഷെ മിനറൽ അപ്ലൈ ചെയ്തിട്ട് നോക്കിയപ്പോഴേ ഇങ്ങനെയാണ് കണ്ടത്. ഇതും അതേപോലെ തന്നെ മറ്റൊരു ക്രിസ്റ്റലാണ്. ഇതൊക്കെ അപൂർവമായിട്ട് ഞാൻ മാറ്റി വെച്ചതായിരുന്നു പഠിക്കാൻ വേണ്ടി, കുറേ മാറ്റി. പക്ഷെ അത് എനിക്കത് ഒരു വളരെ കൂടുതലായി പോയതുകൊണ്ട് ഞാനിപ്പോൾ അത് ഒഴിവാക്കി. ഈ ക്രിസ്റ്റൽ കാണിക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ ഈ ക്രിസ്റ്റൽ ഇളകിപ്പോയതോ അല്ലെങ്കിൽ ചൂട് പിടിച്ചമോ വായു കൊണ്ട് ഞാൻ വെയിലത്ത് വെച്ച് ഉണക്കിയതാണ്. ഇതൊക്കെ കുറച്ച് വെയിലത്ത് വെക്കേണ്ടി വരും ചില അപ്പോൾ അബ്സോർബായി പോയതാണ്. ക്രിസ്റ്റലായി, പക്ഷെ അവിടെ ക്രിസ്റ്റൽ ഇല്ല. കണ്ടോ, രാത്രി പല്ലി വന്ന് നക്കിയതാണോ എന്ന് നിങ്ങൾ ചോദിക്കും. അങ്ങനെയും ചോദിക്കാം. പല്ലി ചിലപ്പോൾ നമ്മൾ വെച്ചിരിക്കുന്ന സ്ലൈഡിൽ അറിയാതെ വരും. ചിലതിൽ തൊടും, ചിലതിൽ തൊടില്ല. പക്ഷെ പല്ലി വന്ന് നക്കിയാൽ എങ്ങനെ അറിയാം എന്ന് ചോദിച്ചാൽ, പല്ലി നക്കുന്നിടത്ത് ഒരു ചെറിയ കളർ കാണും, വ്യത്യാസം വരഞ്ഞിങ്ങനെ ഇരിക്കും. പല്ലിയുടെ നക്കിക്കൊണ്ട് പോകുന്ന അറിയാമല്ലോ. എന്നാൽ പല്ലി എന്ന് എടുത്തു പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ പല്ലി ഒന്ന് തൊടേ ഉള്ളൂ. പല്ലി ഇങ്ങനെ വന്നിട്ട് ജസ്റ്റ് ഒന്ന് തൊട്ടാണ് നക്കി എടുത്തുകൊണ്ട് പോകുന്നത്. സാൾട്ടൊക്കെ വളരെ മൈക്രോ ആണ്, എന്നാലും പല്ലിക്ക് കാണാൻ കഴിയും. ഇങ്ങനെ മൂന്ന് കാര്യം: ഒന്ന് പല്ലിക്ക് കാണാം, പല്ലി നക്കി എടുക്കുള്ളൂ, വരഞ്ഞാൽ ചിലപ്പോൾ കാണാൻ കഴിയും. ഇത് ഇളകി പോയതുപോലെയാണ് ഇരിക്കുന്നത് ഒരു ക്രിസ്റ്റൽ. ചിലപ്പോൾ ഇങ്ങനെ കാണും. ഇത് പെട്ടെന്ന് സബ്ലീം ചെയ്ത് പോയതാണെന്നാണ് എൻ്റെ അഭിപ്രായം. ഇനി ഫ്രഷ് ആയിട്ടുള്ള ഒരു പെപ്പറോമിയ പ്ലാന്റ്, കൺട്രോൾ പ്ലാന്റ് ആണ്. സാധാരണ ക്രിസ്റ്റൽ കാണോ, ഇതാണ് സാധാരണ. ഞാൻ ഈ ഇത്രയും പറഞ്ഞെങ്കിലും ഈ ക്രിസ്റ്റൽ അതിൽ കാണും. നമ്മളിപ്പോൾ ഇത് അപൂർവമായിട്ട് നിങ്ങൾക്ക് ഗൂഗിൾ സെർച്ച് ചെയ്താൽ ഒരു പക്ഷേ ഈ ക്രിസ്റ്റലുള്ള ഒരു പിക്ചർ എനിക്ക് കാണാൻ കഴിഞ്ഞു ഗൂഗിളിൽ. ഇതിനെക്കുറിച്ച് ഞാൻ ടെസ്റ്റ് ചെയ്തപ്പോൾ ഇത് കണ്ടിട്ടുണ്ട്, മുമ്പ് ആരോ കണ്ടിട്ടുള്ളതാണ്. ഈ ക്രിസ്റ്റൽ ഇത്തരത്തിലുള്ള പഞ്ചസാര തരി പോലെ കുറെ കാണും. ഈ രൂപത്തിലല്ലാതെ സാധാരണ ഒരു പ്ലാന്റിനെ സംബന്ധിച്ചിടത്തോളം പെപ്പറോമിയ പ്ലാന്റിൽ ക്രിസ്റ്റൽ കാണാൻ സാധ്യത കുറവാണ്. അതാണ് മിനറൽസിൽ ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടും ഞാൻ പറയാൻ കാരണം നമ്മളിപ്പോൾ വളം ഇട്ടു, ചാമ്പലിട്ടു, അതിനകത്ത് കാൽസ്യം ഇട്ടു, കക്കാപ്പൊടി ഇട്ടു, അല്ലെങ്കിൽ സോഡിയം കാർബണേറ്റ് കലക്കി ഒഴിച്ച് നോക്കി, നമ്മുടെ മെഡിസിൻസ് ഓരോന്നോരോന്നായിട്ട് നോക്കി, ഷുഗർ മിൽക്ക് ഇട്ടു, എല്ലാം ഇട്ട് നോക്കി. ഓരോന്നിനെ നിന്ന് വരുന്ന വ്യത്യാസങ്ങളെല്ലാം എടുത്ത് ലീഫ് എടുത്ത് ചെയ്തു. 10 ദിവസം കൊണ്ട് ഞാൻ സ്റ്റഡി ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് നാച്ചുറലായിട്ടും തറയിൽ നിൽക്കുന്നതാണെങ്കിൽ ക്രിസ്റ്റലൈസ് ചെയ്ത് വരാൻ ഇങ്ങനെ ക്രിസ്റ്റൽ കാണുള്ളൂ. രണ്ട് കാര്യങ്ങൾ: ഒന്ന് നല്ല വെയിലത്ത് നിൽക്കുന്നത്, പിന്നെ തറയിൽ നാച്ചുറലായിട്ട് വളരുന്നത്. അത് ക്രിസ്റ്റലിൽ രൂപീകൃതമാകില്ല. അപ്പോൾ ഹോമിയോപ്പതി മെഡിസിൻ യഥാർത്ഥത്തിൽ അതിനൊരു ഇറിറ്റന്റ് തന്നെയാണ്, അതൊരു മെഡിസിൻ തന്നെയാണ് അതിന്. നമ്മൾ സാധാരണ പ്ലാന്റ്സിനും ആനിമൽസിനും കൊടുക്കുമ്പോൾ നമുക്ക് സംഭവിക്കുന്നത് പോലെ അതിനും സംതിങ് ഡിഫറൻഷ്യലി ഹാപ്പനിങ് എന്നുള്ളതാണ് പറയേണ്ടത്. ഇത് അതുപോലെ ഒരു ക്രിസ്റ്റലാണ്. ഇതിന്റെ ഡിസ്ക്രിപ്ഷനിന്റെ മുകളിൽ തന്നെ ഉണ്ട്. ഫ്രഷ് ആയിട്ടുള്ള ഒരു പെപ്പറോമിയ പ്ലാന്റ് ആണ്. ഇനി ഇത് ഞാൻ നിങ്ങൾക്ക് നേരത്തെ ക്ലാസ്സിലൊക്കെ കാണിച്ചത് കൊണ്ട് പറയാം. സ്റ്റൊമാറ്റ എന്ന് പറയുന്ന എല്ലാവർക്കും അറിയാലോ. ഇങ്ങനെ ഒരു വലിയ സ്റ്റഡി ഞാൻ ചെയ്തിട്ടുണ്ട്. ലീഫിന്റെ സ്റ്റൊമാറ്റ നോർമൽ പെപ്പറോമിയ വാട്ടർ ആയതുകൊണ്ടാണ് കുറച്ച് സെല്ലറായിട്ട് കാണുന്നത്. അപ്പോൾ ഈ വാട്ടറിലുള്ള സ്റ്റൊമാറ്റയാണിത് പ്ലാന്റിന്റെ. കണ്ടില്ലേ, ഇത് കാണാൻ വേണ്ടിയാണ്. ഇതിന് ഈ ചുറ്റുമുള്ള സെൽസിനെ ഗാഡ് സെൽസ് എന്നും ഇതിന്റെ സ്റ്റൊമാറ്റ എന്നുമാണ് പറയുന്നത്. എന്താണ് ഈ സ്റ്റൊമാറ്റ എന്ന് പറയുന്നത്? ആണ് ശരിക്കുള്ള ഓപ്പണിംഗ് ആണ്. ശ്വാസകോശങ്ങൾ പോലെ, മൂക്ക് പോലെ വായു അകത്തേക്കും പുറത്തേക്കും വിടുന്നതിന്, വെള്ളത്തെ കൂടുതലായിട്ട് കൺട്രോൾ ചെയ്യുന്നതിന്, വായു അകത്തുള്ള വായു, പല വായു ഉണ്ട്, ഇതേ പോലുള്ള മറ്റു ഘടകങ്ങളെ എല്ലാം പുറത്തേക്ക് വിടുന്നതിന്റെ ആകെയുള്ള ജനലുകളാണ്, വാതിലുകളാണ്, അല്ലെങ്കിൽ ഓപ്പണിങ്സ് ആണ്. അപ്പൊ ആ ഓപ്പണിങ്സ് സ്റ്റൊമാറ്റൽ എന്ന് പറയുന്നത്, ആ സ്റ്റൊമാറ്റലിന്റെ കണ്ടക്ടൻസ് എന്ന് പറയുന്ന ഒരു വാക്കുണ്ട്. അതായത് ഇതിന്റെ കണ്ടക്ടൻസ്, അതിന് കൺസിസ്റ്റൻസി ചെറുതാവുക വലുതാവുക, ചെറുതാവുക വലുതാവുക, ആ സ്വഭാവവിശേഷത്തിന് കണ്ടക്ടൻസ് എന്ന് പറയുന്നത്. അതുവഴിയാണ് ഇത് എ സി എയർ അധികമായിട്ടുള്ള ചൂടുള്ളപ്പോൾ എ സിക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. വാട്ടർ അധികമുള്ളപ്പോൾ വാട്ടറിനെ പുറത്തേക്ക് വിടുന്നു. വാട്ടർ കുറഞ്ഞു വരുമ്പോൾ ചുരുങ്ങിയിട്ട് വാട്ടറിനെ അകത്തേക്ക് വെക്കുന്നു, കൂടുതൽ പോകാതിരിക്കാൻ ശ്രദ്ധിക്കുന്നു. ഇതൊക്കെയാണ് ഈ ചെറിയ സ്റ്റൊമാറ്റൽ ഓപ്പണിങ്സിന്റെ ഹോൾസിന്റെ സ്വഭാവം.
ശ്വസനവും ഇതുവഴിയാണ് നടക്കുന്നത്. കാർബൺ ഡൈ ഓക്സൈഡിനെ അകത്തേക്ക് വിടുന്നു, ശ്വസിക്കുന്ന സമയത്ത് വായുവിനെ ഓക്സിജൻ അകത്തേക്ക് എടുക്കുന്നു. അതേസമയം അധികമുള്ള കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തോട്ട് പോകുന്നത് ഈ വഴിയാണ്. അതാണ് ഫോട്ടോസിന്തസിന്റെ ഏറ്റവും വലിയ ഫോട്ടോസിന്തസിന്റെ പ്രത്യേകത ഇതാണ്. ഫോട്ടോഫോസ്ഫോറിലേഷൻ എന്ന് പറയുന്ന സംഭവം നടക്കുന്നുണ്ട്. അതായത് ഓക്സിജന്റെ അഭാവത്തിലും ഫോട്ടോസിന്തസിസ് നടക്കുന്നുണ്ട്, സൂര്യപ്രകാശം ഇല്ലാതെ തന്നെ. അത് കാരണം എന്ന് പറഞ്ഞാൽ ഫോട്ടോഫോസ്ഫോറിലേഷൻ എന്ന് പറയുന്നതിന് ആ ഒരു സ്റ്റെപ്പിന് യഥാർത്ഥത്തിൽ ഇത് വേണ്ട. ഇപ്പൊ ലൈറ്റ് എന്ന് പറയുന്ന ഒരു ഭാഗം ഇൻക്രീസസ്, ഇതിപ്പോ ഇൻക്രീസ് ചെയ്യുന്നുണ്ട് എന്ന് പറയുക, വിചാരിക്കുക, ഇത് കണ്ടക്ടൻസ് ടു ഫോട്ടോസിന്തസിസ്. ഫോട്ടോസിന്തസിസ് കൂടുതലുള്ളതുകൊണ്ട് ലൈറ്റ് കൂടുതലുള്ളപ്പോൾ ഇതിന്റെ ഈ കണ്ടക്ടൻസ് കൂടുതലായിരിക്കും. കൂടുതൽ വെള്ളത്തെയും മാറ്റുമൊക്കെ അബ്സോർബ് ചെയ്യുന്നതിന് വേണ്ടി അത് കൂടുതലായിട്ടും കണ്ടക്ടൻസ് കൂടുതലുണ്ടായിരിക്കും. അതിന്റെ ഈ കാലിബർ അല്ലെങ്കിൽ അതിന്റെ ആ ഒരു എന്താ പറയുന്ന കാലിബറാണ്, ഒരു വലിപ്പം കൂട്ടി കാണും. ലൈറ്റ് അതിനെ സ്വാധീനിക്കുന്നത് അങ്ങനെയാണ്. പിന്നെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടുതലാണെങ്കിലും സ്റ്റൊമാറ്റ ക്ലോസ് ചെയ്ത് കളയുന്നു. കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതലാണെങ്കിൽ സ്റ്റൊമാറ്റ ക്ലോസ് ചെയ്യുന്നു. സ്റ്റൊമാറ്റയുടെ ആ സ്വഭാവം കാണിക്കുകയാണ്. ഇത് ഒരു മുളകാണ്. ഇപ്പൊ മുളകിന്റെ ഈ പൊട്ടാഷ്യത്തിന്റെ ഡിഫക്റ്റ് വരുമ്പോൾ ഒരുമാതിരി ക്ലോറോസിസ് വരും. ഇത് ക്ലോറോട്ടിക് ആയില്ല, എന്നാലും ആ അരികിലെ കേളിങ് കണ്ടില്ലേ ലീഫ്, ഇതാണ്. ഞാൻ ഈ കാലിമൂർ ധാരാളമായിട്ട് 30 ആണ് ഉപയോഗിച്ച് പരീക്ഷിച്ചിട്ടുണ്ട്. ഇനി കാലിമൂർ 30 19/3/2023, 3/12/2025, 2024, 6/5/2025. ഈ സ്ലൈഡിന്റെ കാലാവധിയാണ്. ഡോക്ടർ, നമ്മളെ സമയം ഏകദേശം കഴിയാറായിരിക്കും. 5 മിനിറ്റേ ഉള്ളൂ. സ്ലൈഡ് ഏതാണ്ട് തീർന്നു. കാലിമൂർ 30 ആണ്. കണ്ടോ, 30 അപ്ലൈ ചെയ്തിട്ട് അതിൽ വരുന്ന ചേഞ്ചസ് ആണ്. ഇത് ഞാൻ നേരത്തെ ആദ്യം ക്ലാസ് തുടങ്ങിയപ്പോൾ പറഞ്ഞു, പൊട്ടൻസി മെഡിസിൻസ് ഇതിൽ വരുന്ന ഇൻഫ്ലുവൻസ് ആണ്. ഇങ്ങനെയുള്ള ക്രിസ്റ്റൽസ് ഒന്നും നാച്ചുറലായിട്ട് കിട്ടുന്നതല്ല. ഇത് ആ കാലിമൂറിന്റെ തന്നെയാണ് എന്നെനിക്ക്, ഈ ക്രിസ്റ്റൽ ആക്ച്വലി കാലിമൂറിന്റെ ആണ് എന്നെനിക്ക് സംശയമേ ഇല്ലാത്തതാണ്. നമ്മുടെ മെഡിസിൻസിന്റെ എഫക്റ്റ് മാത്രം വരുന്ന ചേഞ്ചസ് ആണിത്. സാധാരണ പെപ്പറോമിയ പ്ലാന്റ്സിന് ഇത് കാണില്ല. ഞാനാണെങ്കിൽ വളരെ ഫ്രഷ് വാട്ടർ തിളപ്പിച്ച് നല്ല തണുപ്പിച്ച് എടുക്കുന്ന ഫ്രഷ് വാട്ടറിലാണ് ഈ പ്ലാന്റ്സിന് എക്സാമിനേഷൻ ഇത് ചെയ്തിരിക്കുന്നത്. സെയിം നല്ല പൊട്ടൻസി 30 ഡ്രോപ്സിൽ കണ്ടിട്ടുണ്ട്, അതുപോലെ തന്നെ ഗ്ലോബ്യൂൾസിലും റിപ്പീറ്റ് ചെയ്ത് കണ്ടിട്ടുണ്ട്. ഇതും സൊല്യൂഷൻ ഒബ്സർവേഷൻ കണ്ടില്ലേ. ഇത് ക്ലൗ എന്ന് പറയുന്നത് മറ്റേ കണ്ടിട്ടില്ലേ, പുളിയാറൽ എന്ന് പറയുന്ന ഒരു സാധനം കണ്ടിട്ടുണ്ടല്ലോ എല്ലാവരും. അതിന്റെ ക്രിസ്റ്റലാണ് പുളിയാറൽ എന്ന് പറയുന്ന പ്ലാന്റ്. ഇതുപോലുള്ള നീളത്തിലുള്ളത് എല്ലാം കൂടെ കൂടിച്ചേർന്ന ഒരു സ്റ്റാർ പോലെ കിടക്കുന്നത്, ഓരോന്നോരോന്നാണിത്. ഇതാണ് പുളിയാറൽ. അത് ഫ്രഷ് പ്ലാന്റ് പ്രൊപ്പറോമിയാണ്. ഈ ക്രിസ്റ്റൽ കാണാൻ വേണ്ടിയാണ്, ഫ്രഷാണ്. ഇനി ഓരില, ഈ ബാക്ക്ഗ്രൗണ്ട് കാണാൻ വേണ്ടിയാണ്. അതുപോലെ നല്ല ഭംഗിയുള്ള ഒരു നിറം, മഞ്ഞ, ഇളം ലൈറ്റ് യെല്ലോ കളറിൽ പോലെ കാണും. ഓരില എന്ന് പറയുന്ന പ്ലാന്റ് ഇല്ലാത്ത കഷായമൊന്നും ആയുർവേദത്തിലില്ല, അറിയാമല്ലോ. ഓരില ഞാൻ എൻ്റെ പുസ്തകത്തിൽ വിശദമായിട്ടും മുമ്പ് ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ട്. ഇത് മഞ്ഞളാണ്. ഈ മഞ്ഞളിൽ കാണുന്ന ഒരു സാൾട്ട് ഉണ്ടോ ക്രിസ്റ്റൽസ്, ഇത് മഞ്ഞളിൽ കാണുന്നതാണ്. മഞ്ഞൾ, ഇനി അടുത്തതും മഞ്ഞളാണ്. കണ്ടോ, ഇത് ക്രിസ്റ്റലിന്റെ ഭാഗമാണ്. ഇത് ഞാൻ മൂന്നാറിൽ കണ്ട തണുത്ത പ്രദേശത്ത് കാണുന്ന ഒരുതരം പ്ലാന്റ് ആണ്. ഇത് വട്ട ഇലയെന്ന് മാത്രമേ അറിയാവുള്ളൂ. ഇതിന്റെ ഫാമിലി ഒന്നും എനിക്കറിയില്ല. ഒരുമാതിരി മണം, നാട്യം കാണും. പക്ഷെ നല്ല ചുവന്ന പൂക്കളും മഞ്ഞപ്പൂക്കളും ഉള്ള 2 വെറൈറ്റി ഉണ്ട്. ഇഷ്ടംപോലെ അവിടെ പോസ്റ്റ് ഓഫീസ്, മൂന്നാർ ജംഗ്ഷനിലും ടൗണിലൊക്കെ ഇറങ്ങുമ്പോൾ നടക്കുന്നവർക്ക് കാണാൻ കഴിയും. സൈഡിൽ മഴയുള്ള സമയത്താണെങ്കിൽ ധാരാളമായിട്ട് കാണും. ഇത് പരീക്ഷണത്തിന് എടുത്തതെന്ന് പറഞ്ഞാൽ ഇതേ തരത്തിലുള്ള നല്ല ക്രിസ്റ്റൽസ് എനിക്ക് കാണാൻ കഴിഞ്ഞു. ഇത് ഞാൻ ഇപ്പൊ പറഞ്ഞത് ഒരു പോയിന്റാണ്, അതായത് എന്നാൽ ഇത് വേറെ ലെവലിലാണ്, വേറെ ലെവലിലുള്ള ക്രിസ്റ്റലാണ്. പക്ഷെ അത് വാട്ടെ കണ്ട കുറെ ക്രിസ്റ്റൽസ് ഉണ്ട്. അത് ഇനിയുള്ള ക്ലാസ്സിൽ പറ്റുമെങ്കിൽ കാണിക്കാം. ഇപ്പൊ ഇത് ഒരു ക്രിസ്റ്റൽ കാണിക്കാൻ വേണ്ടിയാണ്. ഇത് ഈ ലീഫിനെ നിങ്ങൾ പരിചയപ്പെടാൻ വേണ്ടിയാണ്. ഇത് വലിയ വനത്തിന്റെ ഉള്ളിൽ നിന്ന് കിട്ടിയ ഒരു മരത്തിന്റെ ലീഫാണ്. ഇതിന്റെ പ്രത്യേകത കണ്ട, ഇതിന്റെ ഈ ഇല
ഇത് സാധാരണ വെയിൻസ് ഇത്രയും കട്ടിയായിട്ട് കണ്ടിട്ടേ ഇല്ല, പക്ഷെ നല്ല കട്ടിയാണിത് കേട്ടോ. ഇതിന്റെ ഒരു സ്റ്റഡി ചെയ്യാൻ പറ്റിയില്ല, മഞ്ഞും കാരണവും പിന്നെ ഇല കളക്ട് ചെയ്യാനും പറ്റിയില്ല, ഇതിനെ ഒന്ന് കാണാനും പറ്റാതെ പോയി. ഇതിന്റെ ക്രിസ്റ്റൽ എനിക്ക് കാണണമെന്നുണ്ടായിരുന്നു, കാരണം ഇത് ഈ ജൈവ വൈവിധ്യം നമ്മുടെ പരിണാമത്തിന്റെയൊക്കെ ഭാഗങ്ങളിൽ വരുന്ന ഒരു എൻഡിൽ എന്തെങ്കിലും ആയിരിക്കും, അല്ലെങ്കിൽ ഇത്രയും വലിയ തിക്കായിട്ടുള്ള വെയിൻ കാണില്ല. 2 ലീഫേ കാണാൻ കിട്ടിയുള്ളൂ, കാരണം ഒരു ലീഫാണ് എനിക്ക് ആകെ കിട്ടിയത്. ഇനി സ്റ്റാറ്റോലിറ്റ്സ് എന്ന് ഓട്ടോലിറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ചെവിയിലെ ഉള്ള കാൽസ്യം ക്രിസ്റ്റൽസ് ഓട്ടോലിറ്റ്സ് എന്ന് പറയുന്നത്. അതുപോലെ പ്ലാന്റ്സിന്റെ റൂട്ട് ക്യാപ്സിൽ ചെറിയ ക്രിസ്റ്റൽസ് രൂപപ്പെടാറുണ്ട്, അത് സ്റ്റാറ്റോലിറ്റ്സ്. ഇത്രയാണ് ഈ ക്രിസ്റ്റൽസിനെ കുറിച്ച് സാധാരണ പുറം ലോകത്തിൽ അറിയുന്നത്, ഇത്രയാണ്, ഈ ഒരൊറ്റ വാക്കാണ്. പക്ഷെ നമ്മുടെ ക്രിസ്റ്റൽസിനെ പറ്റിയുള്ള സ്റ്റഡിയൊന്നും അധികം വന്നിട്ടില്ല. ഈ സ്റ്റാറ്റോലിറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ റൂട്ട് ക്യാപ്പിൽ ചില ക്രിസ്റ്റൽസ് രൂപപ്പെട്ടിട്ട് അത് ചില കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. നമുക്കിത് ബാലൻസിലാണ് ഈ ഓട്ടോലിറ്റ്സ് നമ്മളെ സഹായിക്കുന്നത്, ചെവിയിലെ ഇയർ ബാലൻസ്. ഡോക്ടറെ ഏകദേശം 10:30 പോണ്. ശരി, അപ്പൊ ഇത് മിനറൽ തീർന്നു. പെപ്പറോമിയം ഈ മിനറലിലുള്ള വലിയൊരു ക്രിസ്റ്റലാണ് രൂപപ്പെട്ടത്, ഞാൻ നേരത്തെ പറഞ്ഞു. ഇനി യങ് ലീഫിൽ കാണുന്നതാണ് ഇത്. യങ് ലീഫിൽ എന്താണ് വ്യത്യാസം? മുകളിലോട്ട് നോക്കുക, ഞാൻ നേരത്തെ പറഞ്ഞ ആ രീതിയിലുള്ള ഒന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ, റൗണ്ട് ആയിട്ടുള്ള. ഇത് വെറും ഇതാണ്, ചണ്ടിയാണ്. ഓൾഡ് ലീഫ്. അടുത്ത ഓൾഡ് ലീഫിൽ ഞാൻ പറഞ്ഞ നേരത്തെ പോലുള്ള കെട്ടിടം പോലുള്ളത് വലുത്, ചെറിയ അനേകം ക്രിസ്റ്റൽസ് ഉണ്ട്. ഇതൊരു നല്ല പിഗ്മെന്റ് ക്രിസ്റ്റലാണ്, പിഗ്മെന്റ്. ഇനി ഒന്നും കൂടെ ഉള്ളു, ഇത്രയേ ഉള്ളൂ. ഹണി നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. ഈ ഹണി എന്ന് പറഞ്ഞാൽ തേനീച്ച ഹണി ഒരുക്കുന്നത് പോലെയല്ല, കൂടൊരുക്കുന്നത് പോലെയാണ് ഹണി. അതുപോലെയാണ് ഹണിയുടെ സ്ട്രക്ചർ. എന്ത് വിശേഷമുള്ള കാര്യമാണ് കണ്ടോ? ഇത് ഹണിയാണ്, തേൻ. ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ ക്ലാസ്സും എനിക്ക് പറഞ്ഞു ഒപ്പിക്കാൻ പറ്റിയെന്ന് മാത്രം. കൃത്യമായിട്ട് ഉദ്ദേശിച്ചതുപോലെ ഒന്നും പറയാൻ പറ്റിയില്ല, എന്നാലും കേട്ടിരുന്നവർക്ക് നന്ദി. താങ്ക് യു. ഓക്കെ ഡോക്ടറെ, ക്ലാസ് സ്ക്രീനും കൂടെ ഒന്ന് ഓഫ് ചെയ്താൽ നന്നായിരിക്കും. എന്തായാലും ഇന്ന് സ്ലൈഡ് തീർന്നെന്നാണോ ഡോക്ടർ പറഞ്ഞത്? ഇന്നത്തോടു കൂടി? അതെ, ഇത് എന്തായാലും ചെയ്യാം. പരമ്പരയായിട്ട് നമുക്ക് ഒത്തിരി സ്ലൈഡുകളും ഹോമിയോപ്പതി മരുന്ന് അപ്ലൈ ചെയ്തതിന് ശേഷമുള്ള ഒരുപാട് സ്ലൈഡുകളും അതിലെ വ്യത്യാസങ്ങളുമാണ് ഡോക്ടർ നമുക്ക് പരിചയപ്പെടുത്തിയത്. നല്ല ഒരു ക്ലാസ് പരമ്പരയെടുത്ത ഡോക്ടർക്ക് നന്ദി പറയുന്നതിന് വേണ്ടി എബ്രഹാം വൈദ്യരെ ഡോക്ടറെ ക്ഷണിക്കും. വൈദ്യരെ ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കും. വൈദ്യരെ ഓക്കെ. വളരെ നന്ദി. പക്ഷേ എന്റെ കാര്യം പറഞ്ഞ എനിക്ക് ഒന്നും മനസ്സിലായില്ല. അത്ഭുതമായിട്ട് എന്നെ കണ്ടോണ്ടിരുന്നു. പിന്നെ ഒരു ഗുണമുള്ളത്, ചെടിയുടെ ആ പ്രശ്നത്തെ കാര്യത്തെ പറ്റി പറഞ്ഞപ്പോഴും ശരിക്കും ജീവനുണ്ട്, അതിന് ആത്മാവുണ്ട്, അതിനിതെല്ലാം ഉണ്ടെന്നുള്ളത് കാര്യം കേട്ട് അതിശയായിട്ട് ചെടിയെ പിഴുതു കളയാൻ പോലും പേടിയാകുന്നു. അതുകൊണ്ട് ബാക്കിയൊന്നും മനസ്സിലായത് സത്യം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അത്രയെങ്കിലും മനസ്സിലായല്ലോ, അത് തന്നെ വലിയ കാര്യം. ഒരുപാട് സാധനശക്തിയുള്ളവയാണ്. അപ്പൊ ഒരു ചെടിയെ സംബന്ധിച്ച് ഇത്രയെങ്കിലും മനസ്സിലായല്ലോ. അപ്പൊ അത് തന്നെ ഒരു വലിയ കാര്യമായിട്ട് വിചാരിക്കാം. എന്തായാലും നമ്മുടെ ഇന്നത്തെ മലയാളം പ്രോഗ്രാം ഇവിടെ അവസാനിപ്പിക്കുവാൻ സമയമായി. നല്ല ക്ലാസ് എടുത്ത ഡോക്ടർക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് ഉണ്ടായിരുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.